السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في الدورة الثانية من دروس اللغة العربية لغير الناطقين بها، وقد أكملنا كم درسا أكملنا يا إخوان والأخوات؟ كم درسا أكملنا؟ كم درسا درسنا؟ هل أنتم موجودين؟ هل تسمعون؟ درس خامس. خلصنا الدرس الخامس، واليوم سنبدأ الدرس السادس. الدرس السادس നമ്മൾ പഠിക്കാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു നിങ്ങൾ നേരത്തെ വരണം, അറബി സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു. ആരൊക്കെ വന്നു നേരത്തെ? أنا من أنت؟ فريد أسكر. أنا ما شفتك، ما رأيتك قبل 8:30. الساعة كم حضر؟ الساعة كم حضر؟ 5 minutes before. 5 دقائق، قبل 5 دقيقة. طيب، ومن جاء مبكرا قبل الساعة 8:30؟ വേറെ ആരും ഒന്ന് 8:30 മുമ്പ്? قد حضرت خليلة. ഖലീലയെ കണ്ടായിരുന്നു ഞാൻ. ഞാൻ വന്നിരുന്നു 8:30 മുമ്പ് തന്നെ വന്നു. 8:20 8:20 മാഷാ. ഉമ്മമൻ ഫരീദ് അസ്കർ വന്നെന്ന് പറഞ്ഞു, ഞാനത് ശ്രദ്ധിച്ചില്ല. വേറെ ആരും ഒന്ന്? طيب, ഇന്നെന്താ പറയുന്ന അറബിയിൽ? ആരെങ്കിലും ഒരാൾ പറയും. ലോകത്താൻ ഇതെല്ലാം ക്രിയകൾ നമ്മൾ പഠിച്ചല്ലോ. ക്രിയകൾ ഉപയോഗിച്ചോ ഉപയോഗിക്കാതെ പറയാം. പറയൂ. പറയണ്ടേ? നിങ്ങൾ പറയൂ. നിങ്ങൾ പറയൂ. നിങ്ങൾ കേൾക്കാൻ ആരാണ് പറയുന്നതെന്ന് അറിയാനും കൂടെയാണ് നിങ്ങൾ പറയാൻ പറഞ്ഞത്. പറഞ്ഞത് കേട്ടില്ല. നാളെ നമ്മൾ സമയം പോകും. നിങ്ങൾ എഴുതി വെക്കണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ, കേട്ടാ? എഴുതി വെക്കണം. ഞാൻ സമയം പോക്കാൻ വേണ്ടിയല്ല, എനിക്ക് സമയമില്ല പോക്കാൻ വേണ്ടി. ഒന്നും മനസ്സിലായില്ല. അതായത് ഞാൻ പുറപ്പെട്ടപ്പോ വൈകി, ക്ലാസ്സിലേക്ക് ഞാൻ പുറപ്പെട്ടപ്പോ വൈകി. ഒന്നുകൂടെ പറയും. അറബിയിൽ ഒന്നുകൂടെ പറയും. അത് ദാബ് ഫസ്ലി തക്വീർ.
ക്ലാസ്സിലെ ഈ വാക്കുകളൊന്നും നമ്മൾ പഠിച്ച വാക്കുകളൊന്നും അല്ല നിങ്ങൾ പറയും. ഫസല് റജഅത്തു മിനൽ മസ്ജിദി ഖബല ഖംസത ദഖായിക. എത്ര മണിക്കാണ് നിങ്ങളുടെ പള്ളി നമസ്കാരം? 8 മണിക്കാ? 8:20 കംപ്ലീറ്റ് ചെയ്യും. അതിന്റെ തല നമസ്കാരം ഇഷ ഇശാ. ഇഷ എത്ര മണിക്ക് ബാങ്ക് വിളിക്കുന്നത്? 7:51, 8:10, 8:10 തീരും മിക്കാറും. 8:10 നമസ്കാരം തീരും. എല്ലാം തീരും. പിന്നെ നിങ്ങൾ 8:25 ആവുന്നത്. 8:25 അല്ല, 8:20. എനിവേ, നിങ്ങളുടെ ഒരു വിഷയമല്ല. നമ്മൾ മൊത്തത്തിൽ ഇപ്പം നിശാദിനെയും കാണുന്നില്ലല്ലോ. طيب يا أكبر ماذا قلت لي يا أكبر؟ أكبر എന്താ പറഞ്ഞത്? قل أنا خرج فصلي. ഖറജ എന്ന് പറഞ്ഞാൽ എന്താ വാക്ക്? ക്ലാസ്സിൽ നിന്ന് ഖറജ പുറപ്പെട്ടു. ക്ലാസ്സിലേക്ക് പുറപ്പെട്ടു. ക്ലാസ്സിലേക്ക് പുറപ്പെടണ്ട. ക്ലാസ്സിലേക്ക് പുറപ്പെടണ്ട. നിങ്ങൾ വീട്ടിൽ നിന്നാണ് പുറപ്പെടുന്നതെങ്കിൽ ഖറജിത്തു മിനൽ ബൈത്തി. ഒന്ന് ഖറജ എന്ന് പറഞ്ഞപ്പോ തെറ്റി. കാരണം ഖറജ എന്ന് പറഞ്ഞാൽ അവൻ പുറപ്പെട്ടു. അതെപ്പോഴും നമ്മൾ ആ ടെൻസ് അനുസരിച്ച് പറയാൻ പഠിക്കുക. ഖറജി അല്ല, അങ്ങനെ ഖറജി വരിക. നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കുന്നുണ്ടോ? ഇല്ല. ആ തുടക്കത്തിലേ പറഞ്ഞു, ഒന്നാമത്തെ സെമസ്റ്റർ ഉള്ളപ്പോഴേ പറഞ്ഞു, അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കാത്തവർ മസ്റ്റായിട്ടും അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കണം. കാരണം ക്രിയ എളുപ്പത്തിൽ പഠിക്കാനുള്ള മാർഗം അതാണ്. പിന്നെ ഇതിന് നമ്മൾ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖറജ അവൻ പുറപ്പെട്ടു, ഖറജിത്തു ഞാൻ പുറപ്പെട്ടു. ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, അതല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പോയിട്ട് ഖറജ അവൻ പുറപ്പെട്ടു, ഖറജു അവർ പുറപ്പെട്ടു, ഖറജിത്ത നീ പുറപ്പെട്ടു, ഇതിങ്ങനെ പഠിക്കണം. അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇതിൽ പഠിപ്പിക്കുന്ന ഒരു രീതിയിലാണ്. ഒന്നുകിൽ ഈ രീതി പഠിക്കുക, അതല്ലെങ്കിൽ ഇത് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മസ്റ്റായിട്ടും അണ്ടർസ്റ്റാൻഡ് ഖുർആനിലെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ വീഡിയോ കിട്ടും. വീഡിയോ ലിങ്ക് ചിലപ്പോൾ മുമ്പ് ഇട്ട് തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഇട്ട് തരാം. പക്ഷെ ആ ലിങ്ക് പോയിട്ട് ഒന്നേന്ന് പഠിക്കണം. ഫത്തഹ ബാബ് അതിലെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആ ചാപ്റ്റർ എടുത്തിട്ട് വേഗം പഠിച്ചു പോകാം. ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1 വാങ്ങിയാൽ മതി, 200 രൂപ 250 രൂപ. പാർട്ട് 1 അത് ഈ സിസ്റ്റം പഠിപ്പിക്കുക. ആ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ അത് പറ്റുള്ളൂ, പഠിക്കാൻ പറ്റും. നിങ്ങൾ പറഞ്ഞതിൽ ഒരു മേജർ മിസ്റ്റേക്ക്, ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല പറയുന്നത്, പഠിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടി പറയും. ഒന്ന് ഖറജി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിച്ച് കിതാബി പറയുന്നവരാണ് ഞാൻ പുറപ്പെട്ടുന്നത്. അല്ലല്ല, ഇത് രണ്ടാണ്. കിതാബ് എന്ന നൗണാണ്, അത് എന്റെ എന്നാക്കാൻ വേണ്ടിയാണ് ഈ ആയത് കിതാബി. അപ്പൊ ഖറജയെ ഖറജി എന്നാക്കി ഒരിക്കലും ഞാൻ പുറപ്പെട്ടുന്നില്ല. ഖറജ എന്ന് പറയുന്നത് ക്രിയയാണ്, അതിന്റെ അകത്താണ് വരേണ്ടത് പ്രോനൗൺ. ഖറജ അവൻ പുറപ്പെട്ടു, ഖറജിത്തു ഞാൻ പുറപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. ഇനി ക്ലാസ്സിലേക്ക് പുറപ്പെടണ്ട, ക്ലാസ്സിലേക്കല്ല, എവിടെ നിന്ന് പോയി എന്നാണ് ഖറജ ഉപയോഗിക്കുന്നത്. എവിടെ നിന്ന് പോയി എന്നാണ്, അതാണ് എൻ്റെ മെയിൻ ഫോക്കസ്. പിന്നെ എവിടേക്ക് പോയി എന്ന് പറയുമ്പോഴും പറയാം. അപ്പൊ ഒന്നുകിൽ മിൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇല ഉപയോഗിക്കണം. ഞാൻ പള്ളിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഖറജിത്തു ഇലൽ മസ്ജിദി. ഞാൻ ക്ലാസ്സിലേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഖറജിത്തു ഇലൽ ദർസി. നിങ്ങൾ പിന്നെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ക്ലാസ്സിലേക്ക് പുറപ്പെടുന്നു എന്ന് പറയാൻ പറ്റും. ഓക്കെ. പിന്നെ ജാ എന്ന വാക്ക് പറയാൻ പഠിച്ചില്ല, അതുകൊണ്ട് ജായിലേക്ക് പോകണ്ട. ഒന്ന്. രണ്ടാമത് അഗൂൽ എന്ന വാക്ക് നമ്മൾ പഠിച്ചില്ല, ആ വാക്കും നമ്മൾ ഉപയോഗിക്കണ്ട. നമ്മൾ നേരത്തെ ഭാഷ അറിയാം എന്നത് ഓക്കെ, പക്ഷേ നമ്മൾ പഠിച്ചതിനെ പഠിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്. പഠിച്ചതിനെ പഠിച്ചേ പറ്റൂ. ഓക്കെ, പറയൂ ഫരീദ് സാർ. ഈ 35-ാമത്തെ പേജില് 9-ാമത്തെ തംരീനില് നമ്മൾ പറയുമ്പോഴ് സമിഅ
സമയന്നാസുൽ അദാന സമയന്നാസുൽ അദാന വദഹബു ഇലൽ മസ്ജിദി എന്നല്ല പറയുന്നത്. ഉം. ഇവിടെ ഒന്നാമത്തെ തംരീനില് അതിൽ തന്നെ 9 തംരീനിലെ ഒന്നാമത്തെ എക്സർസൈസില് ദഖല തുല്ലാബുൽ ഫസിലി, അവിടെ ഇല ഫീ ഒന്നും വേണ്ടല്ലോ, അത് വേണോ? 9ാമത്തെ തംരീനില് ഒന്നാമത്തെ എക്സർസൈസ് അല്ല 9ാമത്തെ തംരീൻ എന്ന് പറഞ്ഞാൽ ഖർജ തുല്ലാബു വദഹബു അങ്ങനെ തുടങ്ങിയിട്ട് 35ാമത്തെ പേജിലേക്ക് വരുന്നതാണ്. 35-ല് ആദ്യത്തെ എന്താ പറയണ്ടത്? ദഖലത് തുല്ലാബുൽ ഫസിലി വജലസൂ. നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള 2 വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫിൽ ഫസലീന്ന് വേണോ അല്ലെങ്കിൽ വെറുതെ ഫസലീന്ന് മതിയോ? ദഖലത് തുല്ലാബുൽ ഫസിലി വജലസൂ എന്നാണ്. അത് ഫിൽ ഫസലീന്ന് വേണോന്നാണ്, ഫീ വേണോന്നാണ് സംശയം. ഫീ വേണം, ഫീ വേണം. അത് നേരത്തെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അത് അന്ന് ചോദിക്കേണ്ടതായിരുന്നു. അതെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. തംരീൻ എഴുതി വന്നപ്പോഴാണ് സംശയം വന്നത്. അതെ അതെ, അങ്ങനെയാണ് കേട്ടോ. ദഖലത്തുല്ലാബുൽ ഫസില ആരാണ് പറഞ്ഞത്? റഷീദ് സാർ, ജസാക്കല്ലാഹു ഖൈർ. അങ്ങനെയാണ്, ദഖലത്തുല്ലാബുൽ ഫസില, അതാണ് അവര്. ദഖലത്തുല്ലാബുൽ ഫസില, വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പ്രവേശിച്ചു. അവിടെ ഫീ വേണ്ട, അവിടെ എന്ത് ചെയ്താൽ മതി? ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി. മഫ്ഊലും ബിഹി ആയിട്ട് വരണം. അതെ, മഫ്ഊലും ബിഹി ആയിട്ട് ഉപയോഗിച്ചാൽ മതി. ദഖലത്തുല്ലാബുൽ ഫസില വജലസൂ. ഇല വന്നു കഴിഞ്ഞാല് ഫസിലി വരേണ്ടി വരും അല്ലേ? അങ്ങനല്ല. ഇല എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. ഖറജ വരുമ്പോൾ 4ാമത്തേല് വരുമ്പോഴേ സമയ അവിടെ വരുന്നത് ഇലൽ മസ്ജിദിലേക്ക് പോകുന്നുണ്ട്. സമയന്നാസുൽ അദാന അവിടെ ഇല വേണം. ഇലൽ മസ്ജിദി, അവിടെ ഇല വേണം. ദഹബു ഇലൽ മസ്ജിദ് അല്ലേ? അപ്പൊ ദഖല വന്നാൽ ഇല വേണ്ട. ദഖല വന്നാൽ എവിടെ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ മതി, ഇല വേണ്ട. ഒരാൾ ഫിൽ ഫസിലി എന്ന് പറഞ്ഞാൽ ശരിയാവോ തെറ്റാവോ എന്നാണ് സംശയം. ഫിൽ ഫസിൽ എന്ന് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ദഖല അതിന് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മളെ എന്റെ മൈൻഡിൽ വരുന്നത് ദഖല കൂടെ എന്തെയാണ്? ദഖൽത്തുൽ മസ്ജിദ, അത് അങ്ങനെയാണ്, അങ്ങനെ മതി. ഫീ വേണ്ടതില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് നമ്മൾ കൂടുതൽ വായിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്ക് ഞാൻ വീണ്ടും പറയാം, യൂസ് ഇറ്റ് ആസ് എ ചൈൽഡ്. കുട്ടി പറയുന്നത് എങ്ങനെയാണ് കുട്ടി പഠിക്കുന്നത്? ഫ്രം ദ പ്രാക്ടീസ്. അപ്പൊ എന്ത് ചെയ്യണം? പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കൂടുതൽ വായിക്കുക. കൂടുതൽ വായിക്കുമ്പോൾ നമുക്ക് ആ യൂസേജ് നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. പിന്നെ തംരീൻ 10 അത് വാക്യത്തിൽ പ്രയോഗിക്കുക നമ്മൾ പറയില്ല, അത് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈത്താണ്. അത് പറയാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ നമുക്ക് 15 മിനിറ്റ് പോയി, അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. ആരെങ്കിലും റെഡിയാണോ പറയാൻ വേണ്ടി? പറയാൻ എഴുതിയിട്ടുണ്ടോ? അക്കല ഉപയോഗിച്ച് വാക്ക് പറയും. അക്കല മുഹമ്മദുൻ മൗസൻ. അക്കല മുഹമ്മദുൻ മൗസൻ. അപ്പം ഒരു പഴം വാഴപ്പഴം തിന്നു. ഓക്കെ, കുഴപ്പമില്ല. ഗസല ഉപയോഗിച്ച് വേറൊരാൾ പറയും. ഗസലൽ വലതു സയ്യാറത്ത. ഓക്കെ, മറ്റുകൾ എന്താ പറഞ്ഞേ? ഗസലത്ത് ഖദീജത്തുൽ അക്വാബ. ഗസലത്ത് ഖദീജത്തുൽ അക്വാബ. കൂബിന്റെ ബഹുവചനമാണ് അല്ലേ? കപ്പുകൾ കഴുകി. കപ്പുകൾ.
പെണ്ണുങ്ങൾ കേൾക്കണ്ട കേട്ടോ, പെണ്ണുങ്ങൾ വിചാരിക്കും ഈ കപ്പുകളൊക്കെ കഴിയുന്ന പെണ്ണുങ്ങളെ ജോലിയാണ്. ഖദീജ കപ്പുകൾ കഴുകി. ഓക്കെ കറക്റ്റ് ആണ്. അടുത്തയാള് കറ ഉപയോഗിച്ചൊരു വാക്ക് പറയും. ഖറഅത്തുൽ ഖുർആൻ. ഖറഅതു നമ്മ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഖറഅത്തുൽ ഖുർആന. ഖറഅത്തുൽ ഖുർആൻ. ഓക്കെ, അത് കഴിഞ്ഞ് കത്തബ ഉപയോഗിച്ച് വേറൊരാൾ പറയും. കത്തബ ആർക്കും എഴുതാറില്ല. കതബ്തു കത്തബത്ത് തംദീന. കത്തബത്ത് കത്തബ്തു തംരീന കതബ്തു തംരീന. തംരീന. കതബ്തു ആ കത്തബ്തു തംദീന. കത്തബ്തു തംരീന. ഓക്കെ, ഒരു എക്സസൈസ് എഴുതിയുള്ളോ? ഒരു എക്സസൈസ് എഴുതിയുള്ളതെങ്കിൽ കത്തബ്തു തംരീന. തംദീന. എക്സസൈസസ് എന്നാണെങ്കിൽ തമാരീന. തമാരീന. ഓക്കെ, എന്തായാലും എഴുതിയത് കറക്റ്റ് ആണ്, പറഞ്ഞത് ഗ്രാമറ്റിക്കലി കറക്റ്റ് ആണ്. അടുത്തെന്താണ് ദറബ ഉപയോഗിച്ചൊരു വാക്ക് പറയും. മുഹമ്മദുനിൽ ഇബ്ന. ആ ളറബ മുഹമ്മദുനിൽ ഇബ്ന. മുഹമ്മദുനിൽ ഇബ്ന. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും കുട്ടികൾ അടിച്ചപ്പം പോസ്കോ കേസൊക്കെ വരും. എന്തെങ്കിലുമൊക്കെ എഴുതണ്ടേ? കൽബ് എന്ന് പറഞ്ഞാൽ മതി, അപ്പോഴും പ്രശ്ന. പട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ അതേ കളർ വരും. കൽബിനെ തീരെ പറ്റൂല. ഓക്കെ, പിന്നെ കത്തബ ആരാണ് അടിച്ചത്? അല്ല, ലറബ ആരാണ് അടിച്ചത്? ലറബ മുഹമ്മദാണ്. മുഹമ്മദുനിൽ ഇബ്നഹു. ഇബ്ന. ഇബ്നഹു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. അൽ ഇബ്ന എന്ന് അവിടെ പറയാൻ ഇതല്ല, സ്യൂട്ടബിൾ അല്ല. അൽ ഇബ്ന എന്ന് പറയുമ്പോൾ മകനെ എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. പക്ഷെ ഇബ്നഹു എന്ന് ചേർത്ത് അവന്റെ കുട്ടിയെ, അവന്റെ മകനെ അടിച്ചു. അതായത് നമ്മൾ പറയുമ്പോ മുഹമ്മദ് തന്റെ മകനെ അടിച്ചു എന്നാണ് പറയുക. ഇബ്നഹു. ഇബ്നഹു. ഓക്കെ, ഖത്തല ഉപയോഗിച്ചിട്ട് വേറൊരാൾ പറയും. ഖത്തല കൊല്ലാൻ ആരും ഉദ്ദേശിക്കുന്നില്ല. ഖത്തല യൂസുഫുൽ ഹയ്യത്ത. ഖത്തല യൂസുഫുൽ ഹയ്യത്ത. പാമ്പിനെ കൊല്ലാൻ പാടില്ല, കാരണം അത് പ്രകൃതിയുടെ ഭാഗമാണ്. അതിനെ പിടിച്ചുകൊണ്ട് അതിന്റെ വീട്ടിലിട്ട് കൊടുക്കണമെന്നാണ് അതിന്റെ താവളത്തിൽ, കാട്ടിലോ വനത്തിലോ കൊണ്ടുവരണം. അത് നമ്മൾ ഇതിലെ ഒരു ഹദീസ് ഉണ്ട്, ഇങ്ങനെ പാമ്പിനെ കണ്ട കൊല്ലണമെന്ന്. നമ്മളെ ഉപദ്രവിക്കുന്ന നമുക്ക് കൊല്ലാം, കുഴപ്പമില്ല. പിന്നെ നമ്മള് ഇതൊക്കെ പിന്നെ എന്തിനാണ് ആന്റിബയോട്ടിക് കഴിക്കുന്നത്? ആന്റിബയോട്ടിക് കഴിക്കുന്നതിലൂടെ നമുക്ക് ഹിതകരവും ഹാനികരവുമായ ജീവികളെ എല്ലാത്തിനും കൊല്ലുകയാണ്. അപ്പൊ വലിപ്പമുള്ളതിനെ കൊല്ലാൻ പാടില്ല, വലിപ്പം കുറഞ്ഞതിനെ കൊല്ലാമെന്നാണോ? ഇന്നാരോ ഒരു പോസ്റ്റ് ഇട്ട് കോട്ടൺ ടൈ ഇട്ടിട്ട് കുഞ്ഞുങ്ങളെ കൊന്നാല് തീവ്രവാദിയാവില്ല, ദാടിയും മുഷിഞ്ഞ വേഷം ഇട്ടിട്ട് പിന്നെ തോക്ക് പിടിച്ചിരുന്നാല് കൊല്ലലാവുള്ളൂ. ഞാൻ പറഞ്ഞ തമാശയായിട്ടാണെങ്കിലും നമ്മളെ ദ്രോഹിക്കുന്നവയെ കൊല്ലാം. പക്ഷേ അതേപോലെ ഭ്രൂണഹത്യ, കുഞ്ഞുങ്ങള് ജനിക്കുന്നത് വയറ്റിൽ വെച്ച് കൊല്ലാം, പുറത്തു വന്നാൽ കൊല്ലാൻ പാടില്ല. അതൊക്കെ നമ്മള് എന്താണ് സിസ്റ്റത്തിന് വേറാണ്. അങ്ങനെ കുറെ സംഗതികൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരാളെ ഒന്നിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ 1000 എണ്ണത്തിന് അവർ കൊല്ലുന്നുണ്ട്. ഇപ്പൊ അഹിംസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഹിംസാത്മകമായാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതൊക്കെ ഫിലോസഫിക്കലി ചിന്തിക്കേണ്ട സംഗതിയാണ്, തത്വപരമായി താത്വികമായി ചിന്തിക്കേണ്ട സംഗതിയാണ്. എനിവേ, ഖത്തല ദഖല ഉപയോഗിച്ച് വേറൊരാൾ പറയും. ദഖല. ദഖല ദഖല ഹാമിദുൻ പറഞ്ഞാൽ ദഖലയുടെ കൂടെ ഒബ്ജക്റ്റ് മാത്രം മതി എന്നാണ് നമ്മൾ പറഞ്ഞത്. ദഖല ഹാമിദുൻ. ഫീ വേണ്ട. ദഖല മുദരിസുൻ അൽ ഫസ്ല. ഫീ വേണ്ട. ദഖല മുദരിസുൻ അൽ ഫസ്ല. പിന്നെ മസ്ജിദ് വേണോ? അവിടെ മസ്ജിദ പറഞ്ഞോളൂ. ഏത് അവിടെ മസ്ജിദ് പറഞ്ഞെങ്കിൽ ദഖല മുഹമ്മദുൻ അൽ മസ്ജിദ.
ദഖലൽ മുദർരിസു അൽ മസ്ജിദ, അധ്യാപകൻ പള്ളി കയറി. മുദരിസുൻ ഈ വേണ്ടെന്ന്. ദഖല മുദർരിസുനിൽ ഫസല എന്നല്ല വേണ്ടേ? ഈ ദഖല വേണ്ടേ? മുദർരിസുനിൽ ഫസല. ആ അത് മുദർരിസുൻ എന്നാണ് പറഞ്ഞതെങ്കിൽ, അതായത് തൻവീൻ ചേർത്തിലാണ് പറയുന്നത്. അൽ വന്നാൽ ദഖലൽ മുദർരിസു അൽ റിസു ഫസല. അൽ ഫസല. ദഖല മുദർരിസുൻ അൽ ഫസല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദഖല മുദർരിസുനിൽ ഫസല എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ പള്ളി കയറിയെന്നാണ്. ദഖലൽ മുദർരിസു അൽ ഫസല, ദഖലൽ മുദർരിസുൽ ഫസല എന്ന് പറഞ്ഞാൽ അധ്യാപകൻ പള്ളി കയറിയെന്നാണ്. അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനുണ്ട്, ആ അധ്യാപകൻ പള്ളി കയറിയ ആൾ വന്നാൽ, അല്ലില്ലെങ്കിൽ ഒരു അധ്യാപകൻ പള്ളിയിൽ കയറി. ദഖല മുദർരിസുനിൽ ഫസല, അത് കുട്ടിയല്ല, അധ്യാപകനാണ് കയറിയത് എന്ന അർത്ഥത്തിലാണ്. ഫിൽ ഫസിലി പറയാൻ പറ്റൂല. ഫിൽ യോജിക്കുന്നില്ല അതിനോട്, അവിടെ മഫ്ഊൽ ബിഹി പറഞ്ഞാൽ മതി. അത് ഇത് മുമ്പേ ചോദിച്ചാ. സൂറത്ത് ഇസ്രായേൽ പറഞ്ഞ് വലിയദ്ഖുലൽ മസ്ജിദൽ ഹറാമ, സൂറത്ത് ഫത്ഹിലാണ്. ദഖലൽ ജന്നത്ത, ദഖലൽ ജന്നത, ഉദ്ഖുലുൽ ജന്നത അല്ലേ? ദഖലയുടെ കൂടെ പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ ചാറ്റ് ജിപിടി നോക്കിയാലും മതി. ഈ എക്സെപ്ഷൻ ഉസ്താദ് ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്. എന്റർന്നതിന് ശേഷം അവിടെ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറില്ല. എന്റർ ദ റൂം എന്ന് പറയാറുള്ളൂ. ഇതേ വാക്ക് തന്നെ ആയിക്കണമെന്നില്ല, പ്രിപ്പോസിഷൻ ഉള്ളതും ഇല്ലാത്തതും ഉണ്ടാവും എല്ലാ ലാംഗ്വേജിലും. ഓക്കെ, ദഖല കഴിഞ്ഞു. ഖറജ ഉപയോഗിച്ച് ഒരാൾ പറയും. ഖറജ. ഖറജ ഖറജൽ ഇമാമു മിനൽ മസ്ജിദി. അത് കൊള്ളാം. ഖറജൽ ഇമാം മിനൽ മസ്ജിദ്, ആള് പോയി, ഇശാംസ്കാരം കഴിഞ്ഞു. ഖറജൽ ഇമാം, ഇമാമ് പുറപ്പെട്ടു. മിനൽ മസ്ജിദ്, അപ്പൊ ഖറജ വരുമ്പോഴത്തേക്ക് എന്ത് വേണം? ഫ്രം എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം, മിൻ എന്ന പ്രിപ്പോസിഷൻ. ഹാഫിള ഉപയോഗിച്ച് പറയും. ഖറജിത്തു ഖറജിത്തു, ഖറജിത്തു, ഖറജിത്തു കഴിഞ്ഞിട്ട് ബാക്കി പറയും. ബാക്കി ഖറജിത്തു, ആള് തന്നെ പോയാ. ഹഫിള ഉപയോഗിച്ച് പറയാ. ഹഫിള, ഹഫിള സൂറത്ത് കഹ്ഫി മൻ. ഫരീദസ്കർ. അപ്പൊ എന്ത് വേണം? ഫരീദ് അസ്കറാണ് പറയുന്നതെങ്കിൽ ഹഫിള പറഞ്ഞാൽ മതിയോ? ഫരീദ് അസ്കറാണ് ഹിഫിളാക്കിയെങ്കിൽ ഹഫിൾതു എന്ന് പറയണം. ഞാനാണെങ്കിൽ അവൻ എന്നുള്ളതിൽ അർത്ഥത്തിലാ ഞാൻ എഴുതിയത്. അവനെന്ന അർത്ഥത്തിൽ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ സെന്റൻസ് വാക്യം മാത്രം എഴുതുമ്പോൾ, പാരഗ്രാഫ് എഴുതുമ്പോഴത്തേക്ക് വേറെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, അവിടെ അവൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഹഫിളത്തു സൂറത്തുൽ ഉഖ്തി, ഹഫിളത്തു മാദാ യാ ഉഖ്തി അറിയോ? ഹഫിളത്തു എന്ന് പറഞ്ഞ ആള് പറയും ബാക്കി. ഫരീദ് അസ്കർ പറയാമോ അല്ലേ? ശരി, ഓക്കെ. ഷെരീബ ഉപയോഗിച്ച് വേറെ വാക്ക് പറയും. ഷരിബ്തുൽ മാഉ ഹാറുൻ. ഷെരീബത്തു ഷരിബ്തുൽ മാഉ ഹാറുൻ. ഷെരീബത്തുൽ മാ. കാരണം എന്താണ്? ഷെരീബത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒബ്ജക്റ്റ് വേണം, ഒബ്ജക്റ്റിന്റെ അടയാളം ഫതഹാണ്. അൽ മാ, പിന്നെ ഹാറുൻ അൽ ഹാറ. അപ്പൊ മാ വന്നുകൊണ്ട് മാഇന്റെ വിശേഷണമാണ് ഹാറ്. അപ്പം മാഇന് ഫതഹായതുകൊണ്ട് ഹാറിനും ഫതഹ കൊടുക്കണം. അൽ മാ അൽ ഹാറ. പിന്നെ ചൂടുള്ള കുടിയല്ല കേട്ടോ, കുടിക്ക്. അൽ മാ അൽ ഹാറ. അൽ മാഇന് അൽ ഉണ്ടെങ്കിൽ അതിന്റെ വിശേഷണത്തിനും അൽ വേണം. പഴയ പാഠത്തിലുണ്ട്. അൽ മാഇന് പിന്നെ അല്ലുണ്ടെങ്കിൽ അതിന് ഹാറിനും അതിന്റെ വിശേഷണത്തിനും അൽ വേണം. അൽ മാ, പിന്നെ അതിന്റെ അടയാളം അതേ അടയാളമായിരിക്കും ഇതിനും പറ്റും. ഓക്കെ, ഗ്രാമർ ശരിയാണ്, പക്ഷെ ചൂടുള്ള കുടിക്കാൻ പാടില്ലെന്നാണ് നിയമം.
വെള്ളം കുടിക്കണം. വെള്ളം നോർമൽ വെള്ളം. വെള്ളം തിളപ്പിക്കുമ്പോൾ വെള്ളത്തിൽ ആവശ്യമായ ബാക്ടീരിയ നഷ്ടപ്പെടും. അത് അതിൽ തന്നെ ഉണ്ടാകണം. അതാണ് വെള്ളം. അത് വെള്ളം നമ്മൾ കെട്ടിന് വെള്ളമാണെങ്കിൽ മുത്തലക്കം എന്നാണ് പറയുക. അപ്പൊ മുത്തലക്ക് നമുക്ക് എന്ത് ചെയ്യാം? കുടിക്കാം. മുത്തലക്കം എന്ന് പറഞ്ഞാൽ നിരുപാധികമായ വെള്ളം, അത് കൊടുക്കുന്ന വെള്ളം, കുടിക്കുന്ന വെള്ളം, നിരുപാധികമായ കിണറ്റിന് കോരിയാണെങ്കിൽ നിരുപാധികമായ വെള്ളമാണ്. അപ്പൊ എന്ത് ചെയ്യാം? മുത്തലക്കം എന്തിനാ കിതാബ് പറയുന്നത്? അത് കുടിക്കാം. ഇതിനെ ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ചൂടാക്കാതെ കുടിച്ചെന്ന് വിചാരിച്ച് അമീബ എന്നൊക്കെ പറയും കേട്ടോ. അമീബ എപ്പോഴും വരെന്നുള്ളത് നോക്കിയാണ്. അമീബ എന്ന് പറയുന്നത് ഓക്കെ, അത് വേറെ വിഷയം പോട്ടെ. എല്ലാം പൊളിറ്റിക്സും വ്യവസായവും ഒക്കെയാണ്. അതെന്താ ഹറജ ഹദല ശരിബ ഫഹിമ. ഫഹിമയെ വെച്ചൊരു വാക്ക് പറയും. ഫഹിമ ത്വാലിബുദ്ദർസ. ഫഹിമ ത്വാലിബുദ്ദർസ. മുംതാസ് ജിദ്ദൻ. ഫഹിമ കഴിഞ്ഞിട്ട് താലിബ് വന്നു, അദ്ദർസ വന്നു. അത്താലിബു അദ്ദർസ, കുട്ടി പാഠം മനസ്സിലാക്കി. പിന്നെ സമിയ ഉപയോഗിച്ച് പറയൂ. സമീഅത്തുൽ അദാന. ആരെ? സമീയത്ത് ആണോ സമീയത്തു ആണോ? സമീഅത്തു. സമീയത്തുൽ അദാന. ഞാൻ ബാങ്ക് കേട്ടു. ഉസ്താദു സമീഅത്തു. പറഞ്ഞു പാല ഉസ്താദു സമീഅത്തു. കാലൽ ഉസ്താദു സമീഅത്തു. കാല ഉസ്താദു അല്ല, കാലൽ ഉസ്താദു. അൽ ഉസ്താദ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അൽ ഉസ്താദ്, അധ്യാപകൻ പറഞ്ഞു. അല്ലെങ്കിൽ കാല ഉസ്താദും. ഇനി അവിടെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാല ഉപയോഗിച്ചാൽ വേറെ സംഭവം പറയുമ്പോഴത്തേക്ക് അതിന് എന്താണ് നമ്മള് എന്താണ് കൊട്ടേഷൻ കോട്ട് ചെയ്യില്ലേ? കോട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഞാനത് ശരി എന്ന് പറഞ്ഞതേ ഉള്ളൂ. സമയത്ത് ഒന്ന് ഉസ്താദ് പറഞ്ഞു, ശരി, കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഉദാഹരണം പറയേണ്ടത്, അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും സംസാരിക്കേണ്ടത്. ഇപ്പൊ നമ്മളൊരു വാക്ക് പഠിച്ചു, ആ പഠിച്ച വാക്ക് ഉപയോഗിച്ച് പറയുക. അല്ലാതെ നമ്മൾ സ്പോക്കണിൽ ഉള്ള സംഗതികളൊന്നും എന്ത് ചെയ്യരുത്. സ്പോക്കണിലുള്ള സംഗതികൾ വാക്ക് ഉപയോഗിക്കണമെന്നില്ല, നമ്മൾ പണ്ട് പറയുന്നതോ അല്ലെങ്കിൽ സ്പോക്കണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കരുത്. കാരണം പലപ്പോഴും 99.9% സംസാരിക്കുന്ന സംസാരങ്ങൾ തെറ്റാണ്. നമ്മളെ ഗൾഫിൽ സംസാരിക്കുന്ന സംസാരങ്ങളുണ്ടല്ലോ, അതൊക്കെയും തെറ്റാണ്. പിന്നെ അവരും നമ്മളും കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവുകയാണ്. കേൾക്കുന്ന ആളും പറയുന്ന ആൾക്കും തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ പറയുന്ന ആളും കേൾക്കുന്ന ആളും മനസ്സിലാക്കും കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. എനിക്ക് പാഠം 6 അദ്ദർസു സാദിസ്. ദർസു സാദിസിൽ നമുക്ക് ഒരു പെണ്ണിനോട് എങ്ങനെ പറയും? നീ പോയി എന്ന് പെണ്ണിനോട് എങ്ങനെ പറയും? അല്ലെങ്കിൽ നീ പ്രവർത്തിച്ചു എന്ന് പെണ്ണിനോട് എങ്ങനെ പറയും എന്നതാണ് ഒന്നാമത്തെ പോയിന്റ് ഇതിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എണ്ണവുമായി സംഖ്യയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. നമ്മൾ കുറച്ച് ഭാഗം മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഭാഗമാണ് ഇവിടെ വരുന്നത്. മറ്റൊന്ന് അയ്യു എന്ന വാക്കാണ്. അയ്യു എന്ന വാക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അത് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ അയ്യു വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഇത് വായിച്ചു നോക്കിയപ്പോഴാണ് കുറെ വാക്കുകൾ ഇവിടെ പോസ്റ്റ് ചെയ്തു, ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. നമ്മൾ കസർ വരുത്തുന്ന പദങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് ഖുർആനിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഒന്നാം ഭാഗത്ത് കുറെ വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ നമ്മൾ പഠിച്ചത് ലീ, മിൻ, അൻ, മഅ ഇങ്ങനെ പഠിച്ചായിരുന്നു. ബി, ഫി, അല, ഇല ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കസർ വരുത്തുന്ന പദങ്ങൾ എന്ന അർത്ഥത്തിൽ അല്ലാതെ വേറെ ചില പദങ്ങൾക്ക് ശേഷവും എന്തുവരും? കസർ വരും. അതിന് വ്യാകരണത്തിൽ അതിന് വേറെ എന്തോ ജസ്റ്റിഫിക്കേഷൻ ഒക്കെ പറയുന്നു.
നമ്മൾ അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ വാക്കുകൾക്ക് ശേഷം കെസർ വരും എന്ന് ഓർമ്മിച്ച് വെക്കുക. അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ക്ലാസ്സിലേക്ക് വരുമ്പോൾ അയ്യ അതേപോലെയാണ്. അയ്യന് ശേഷമുള്ളത് എപ്പോഴും എന്തായിരിക്കും? കെസർ ചെയ്യപ്പെട്ടിട്ടായിരിക്കും വരിക. ആ കൂട്ടത്തിലാണ് വേറെ ചില പദങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആ പദങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കും. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. അണ്ടർസ്റ്റാൻഡിംഗ് ഖുറാനില് അഡ്വാൻസ് ലെവലില് കുട്ടികൾക്ക് ഗ്രാമർ പഠിപ്പിച്ചപ്പോൾ നമ്മളത് കളക്ട് ചെയ്തതാണ്. അത് അങ്ങനെയായിട്ട് ഒരു പുസ്തകത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഒന്ന്. അപ്പോ അയ്യു പറഞ്ഞു, ദഹബത്തി പറഞ്ഞു, കൗണ്ടിങ് പറഞ്ഞു, അയ്യു പറഞ്ഞു, പിന്നെ എന്താണ് അലൊന്നു പോലെ ഉള്ള വാക്ക്. ഐ തിങ്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഐ തിങ്ക് അതിനുള്ള പ്രയോഗം. അതേപോലെ കാല, നേരത്തെ പറഞ്ഞല്ലോ, കാല ഉപയോഗിച്ച് കോട്ട് ചെയ്യുന്ന കാര്യം ഇതിൽ വരുന്നുണ്ട്. പിന്നെ ലിമ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു വാക്ക്, ഒരു പ്രത്യേകത. ലിമ എങ്ങനെ വരും? അപ്പോൾ അത് പറയുമ്പോൾ അണ്ടർലൈൻ ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി എക്സ്പ്ലനേഷനിൽ വരുന്നുണ്ട്. ഹാത്തി പോലുള്ള വാക്ക് അതെന്താണ്? അത് പൂർണ്ണമായും ടേബിൾ ഇല്ലാത്തതാണ്. എന്നാൽ ചില രൂപങ്ങൾ മാത്രം അതിനുണ്ട്. അങ്ങനെ കുറച്ച് സംഗതികൾ ഞാൻ പറയാം ബാക്കിയാണ്. അല്ല, മുഹാദസ എന്താണ്? ഹാദസ എന്ന് പറഞ്ഞാൽ സംഭാഷണം തുടങ്ങുകയാണ്. അല്ലം മത്താ റജഅത മിനൽ മദ്രസത്തി യാ ബുനയ്യ. ബുനയ്യ മീൻസ് എന്റെ ചെറിയ മകനെ. ബുനയ്യ ഇബ്നൻ മകൻ. പിന്നെ ബുനൈ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ മകൻ കേട്ടോ. സഹൈർ, സുഹൈർ എന്നൊക്കെ പറയും. ഇങ്ങനെ സ്വന്തം മകൻ തന്നെയല്ലേ അത്. പിന്നെ യാ ചേർക്കുമ്പോഴത്തേക്ക് എന്റെ മകൻ, എന്റെ കുഞ്ഞു മോനെ എന്നാണ് ബുനയ്യ എന്ന് പറഞ്ഞു. യാ ബുനയ്യ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്കാല. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹ്തു. ഓക്കെ. സഈദ് റജഅതു ഖബല നിസ്ഫി സഅത്തിൻ. നിസ്ഫ് എന്താണ്? പകുതി. പകുതി. ഖുർആനിലെ പല സ്ഥലങ്ങളിലും നിസ്ഫ് കാണാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നിസ്ഫ് പകുതി. നിസ്ഫ് സാ മീൻസ് ഹാഫ് ആൻ അവർ. അപ്പൊ ഈ അറബിയിൽ ഇത് 1/3 വരെയും ഈ ഇതിന് ഉപയോഗിക്കും. ഏതിന്? സമയം പറയുമ്പോൾ നമ്മൾ കാല്, അര, മുക്കാല് ആണ് ഉപയോഗിക്കുന്നത്. അറബിയിൽ കാല്, അര, മുക്കാല്, അത് കൂടാതെ 1/3 ഉപയോഗിക്കും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും വരും നോക്കാം. അൽ ഉമ്മ പറഞ്ഞു, ഐന ഉഖ്തുക മറിയമു. ഐന ഉഖ്തുക മറിയമു. ഐന ഉഖ്തുക മറിയമു. മറിയമ എന്ന നിന്റെ സഹോദരി എവിടെ? അതായത് ഉഖ്തിന് പകരമാണ് മറിയം എന്നിരിക്കുന്നത്. ഐന ഉഖ്തുക മറിയമു. നിന്റെ മലയാളത്തിൽ ചോദിച്ചാല് നിന്റെ സഹോദരി മറിയം എവിടെ? അമാ റജഅത്. അമാ ഇല്ലേ. അമാ ആണോ ഉണ്ടോ? മാ ഇല്ല. അമാ ഇല്ലേ. അമാ റജഅത് അവൾ മടങ്ങി വന്നില്ലേ? ശരി, അത്രയും നമ്മൾ പഠിച്ച ഭാഗമാണ് കേട്ടോ. ലാ അദിരി. അപ്പോ എനിക്കറിയില്ല എന്നെങ്ങനെ പറയും? ലാ അദ്രി. ലാ അദിരി. ഇതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. മാവി മാലൂം എന്നാലും പറയരുത് ഇനി കേട്ടാ. സാധാരണ പറയും മാ അറഫ് എന്നറിയാം. മാ അരിഫ് എന്നാണ് പറയേണ്ടത്. ഇനി മാ അറഫയാണ് മാ അറഫ് എന്നാണ് ഉപയോഗിക്കുന്നത്. മാ അറഫ്തു എന്നാണ് കറക്റ്റ് ആയ പ്രയോഗം. മാ അറഫ്തു പറഞ്ഞാൽ ഐ ഡിഡ് നോട്ട് നോ എന്നാണ് വാക്ക്. ഞാൻ മനസ്സിലാക്കിയില്ല എന്നാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മാവി ആയിട്ടാണ്. അല്ലെങ്കിൽ മാ അരിഫ് എന്ന് പറഞ്ഞ കസറാണ് വരുന്നതെങ്കിൽ മാ അരിഫ് എനിക്കറിയുകയില്ല അങ്ങനെ പറയാം. അതിരി എന്നാണ്. അതിരി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണല്ലോ.
ദറ എതിരിയാണ് കേട്ടോ. മാ അതിരി അത് പറയിച്ച് ജീവിക്കുക. അദ്റാക്ക. ഓക്കെ. അല്ല അതിറ വേറെ ഇവിടെ അതിറ വേറെ വേറെ ഇവിടെ വാക്ക്. ദറ ഇവിടെ എതിരി മറി ദറ എതിരി അല്ല ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ മാറ്റി പറഞ്ഞു. ദറ എതിരി ആണ് അറിഞ്ഞു എന്നത്. അതിറ എന്താണ്? അറിയിച്ചു. അർജു അതിറ മനസ്സിലാവും. അറിയിച്ചു. അതിറ എന്താണ്? അറിയിച്ചു. അറിയിച്ചു. ദറ എതിരി അറിഞ്ഞു. ദറ എതിരി അറിഞ്ഞു. അതിൽ നിന്നാണ് അതിരി വന്നത്. മാ അതിരി എനിക്കറിയില്ല. ഓക്കെ. എന്താ പറഞ്ഞത് മറിയം? അല്ല മറിയമേ നിന്റെ സഹോദരി എവിടെയെന്ന് പറയുമ്പോൾ അയിന ഉഹത്തുക യാ ചേർക്കണോ? യാ മറിയമു. മറിയമേ എന്ന് പറയുന്നത് യാ ചേർക്കണം. അപ്പൊ മറിയമേ നിന്റെ സഹോദരി എവിടെയെന്ന് ചോദിച്ചാൽ അയിന ഉഹത്തുക യാ മറിയമു എന്ന് പറയണം അല്ലെ? ആ അതെ അതെ. നിങ്ങൾ പറയുന്ന സെന്റൻസിനെ മാറ്റി പറയില്ലേ? നമ്മള് അതായത് നമ്മള് ലെസന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ പറയുന്ന ലക്ഷ്യമുണ്ട്. അപ്പൊ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകും. മാത്രമല്ല ഇടയ്ക്ക് നമ്മൾ ആ ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയിൽ അത് വായിച്ചു പഠിക്കുക. ഇടയിൽ നമ്മൾ പിന്നീട് വേറൊന്നും ചേർത്താൽ നമ്മളെ ഫ്ലോ തെറ്റിപ്പോകും. മൈൻഡിന്റെ മാപ്പിംഗ് മാറും. മൈൻഡ് മാപ്പിംഗ് ഉണ്ടല്ലോ, മൈൻഡ് മാപ്പിംഗ് മാറും. അല്ലും അതിനൊത്തുക മറിയമു അത് പോയി. അമാ റജാറ്റ് അവൾ മടങ്ങിയില്ലേ? ഇല്ല അതിരി ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ, ഞാൻ അറിയുന്നില്ല, എനിക്കറിയില്ല. അനമാ റഅയ്തുഹ, അനമാ റഅയ്തുഹ, റഅയ്തുഹ ഞാൻ അവളെ കണ്ടു. മാ റഅയ്തുഹ ഞാൻ അവളെ കണ്ടില്ല. അനമാ റഅയ്തുഹ ഞാൻ അവളെ കണ്ടില്ല. അവിടെ കണ്ടിട്ടില്ല. അല്ലും മാദാ ഖറഅത അൽ-യൗമ, മാദാ ഖറഅത അൽ-യൗമ, നീ എന്താണ് ഇന്ന് വായിച്ചത്? മാദാ ഖറഅത അൽ-യൗമ, യൗമിന് പത്ത് കൊടുത്തത് അതെന്താണ്? സ്ഥലകാല സംബന്ധിയായ വാക്കായിരുന്നു. സ്ഥലകാല സംബന്ധിയായ വാക്കിന് എന്ത് കൊടുക്കണം? പത്ത് കൊടുക്കണം. കാലം എന്ന് പറഞ്ഞാൽ സമയം. അതുകൊണ്ട് അൽ-യൗമ അക്മൽതു ലക്കും, ആ ദിവസത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മാദാ ഖറഅത അൽ-യൗമ, ഇന്ന് നീ എന്താണ് വായിച്ചത് സയ്യിദ്? അപ്പൊ സയ്യിദ് എന്താ പറയണം? ഖറഅതുൽ യൗമ ദർസൻ ജദീദൻ, ഇന്ന് ഞാൻ പുതിയൊരു പാഠം വായിച്ചു. അപ്പൊ ദർസൻ ജദീദൻ, എ ന്യൂ ലെസൺ കേട്ടോ. ഞാൻ പുതിയ പാഠം പഠിച്ചെന്നല്ല പറയുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ദർസൻ ജദീദൻ എന്ന് പറയുമ്പോൾ ഇൻഡെഫിനിറ്റ് ആണ്. അപ്പൊ ഞാൻ ഒരു പുതിയ പാഠം പഠിച്ചു. ഫിൽ ഫിഖ്ഹി, ഏത് വിഷയത്തിൽ? ഫിഖ്ഹ്, കർമ്മശാസ്ത്രം. ഇംഗ്ലീഷിൽ ജൂറിസ്പ്രൂഡൻസ് എന്ന് പറയും. അല്ല ജൂറിസ്പ്രൂഡൻസ് എന്നാണ് കർമ്മശാസ്ത്രത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അല്ല അഫഹിംതഹു, അഫഹിംതഹു, അത് സയ്യിദിനോടായതുകൊണ്ടാണ് അഫഹിംതഹു എന്ന് ചോദിച്ചത്. നീ അതിനെ മനസ്സിലാക്കിയോ? അഫഹിംതഹു. അപ്പൊ അതില് ഫഹിംത എന്ന ഫഹിമ എന്ന ക്രിയയുണ്ട്. ഫഹിംത എന്ന് പറയും നീ അതിനകത്തുണ്ട്. അതേപോലെ ഹു എന്ന അത് എന്ന ഒബ്ജക്റ്റ് അതിനകത്ത്. ആ ഫഹിംതഹു നീ മനസ്സിലാക്കിയോ? ഞാൻ ഫഹിംതു ഹു, ഞാൻ അതിനെ മനസ്സിലാക്കി. ജയ്യിദൻ, നന്നായി, നല്ലതുപോലെ. അല്ലും അമാ ഖറഅതൽ ഖുർആനൽ യൗമ, നേരത്തെ ചോദിച്ചത് പോസിറ്റീവ് ആയിട്ടാണ്. മാദാ ഖറഅത, നീ എന്ത് വായിച്ചു? അപ്പോ ഖറഅതുൽ യൗമ എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം ഫഹിംതഹു, ഫഹിംതഹു, നീ അത് മനസ്സിലാക്കിയോ? അപ്പൊ പോസിറ്റീവ് ആയിട്ടാണ് ചോദ്യം. നീ അത് മനസ്സിലാക്കിയോ? ചോദ്യം പോസിറ്റീവാണ്. അപ്പം പറഞ്ഞു മനസ്സിലാക്കിയെങ്കിൽ എന്ത് പറയണം? ഞാൻ. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞത്. അടുത്തത് അമാ ഖറഅത, അപ്പം നെഗറ്റീവ് ആയിട്ടാണ് ചോദ്യം. വായിച്ചില്ലേ? അമാ ഖറഅത, നീ വായിച്ചില്ലേ? അൽ ഖുർആന, ഖുർആൻ നീ വായിച്ചില്ലേ? അൽ യൗമ, ഇന്ന്. അമാ ഖറഅതൽ ഖുർആന അൽ യൗമ, ഇന്ന് ഖുർആൻ വായിച്ചില്ലായിരുന്നു. അപ്പോ വായിച്ചു എങ്കിൽ എന്ത് പറയണം? ബല, ഓഫ് കോഴ്സ്.
ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ഞാൻ വായിച്ചു. ഖറഅതു സൂറത്തർ റഹ്മാനി. ഖറഅതു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് സൂറത്ത് വരുന്നത്. അപ്പൊ സൂറത്ത എന്ന് വായിക്കും. ഖറഅതു സൂറത്തർ റഹ്മാനി. പിന്നീട് നമ്മൾ പറഞ്ഞു എളുപ്പം വഴി ഓർമ്മിച്ച് വെക്കാൻ, സൂറത്തിന്റെ പേര് വന്നാൽ, സൂറത്തും അതിന്റെ പേരും വന്നാൽ പേരിനെ കെസ് കൊടുക്കണം. അതേപോലെ സ്വലാത്തും ആ സ്വലാത്തിന്റെ പേരും വന്നാൽ അതിന് കെസ് കൊടുക്കണം. സ്വലാത്തുൽ ളുഹ്രി, സ്വലാത്തുൽ അശ്രി, സ്വലാത്തുൽ ജുമുഅത്തി, ജുമുഅ നമസ്കാരം, സ്വലാത്തുൽ ഫജ്രി, ഫജ്ർ നമസ്കാരം. അതേപോലെ സൂറത്തൊന്നും അതിന്റെ പേരും കൂടെ വന്നാൽ സൂറത്തുർ റഹ്മാനി, സൂറത്തുൽ ബഖറത്തി. ചില മുസ്ലിമിന്റെ ഒക്കെ മുകളിൽ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് അടയാളമിട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അവിടെയൊക്കെ ഡെക്കറേഷൻ ആണ്. ഡെക്കറേഷൻ മാത്രമല്ല, അവിടെ പ്രത്യേകം കസറൊക്കെ ഉണ്ടാവും. അത് നോക്കിയാൽ നമുക്ക് അവസാനം കസറിട്ട് കാണാൻ പറ്റും. അതാണ് സൂറത്തു ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്. അവിടെ കെസറായതുകൊണ്ടാണ് ബനി വന്നത്. ഓക്കെ, ഖറഅതു സൂറത്ത് റഹ്മാനി, ഞാൻ സൂറത്തു റഹ്മാൻ പാരായണം ചെയ്തു. ഞാൻ മനഃപ്പാടമാക്കി ചെയ്തു. അപ്പോ ഹഫിള എന്ന ക്രിയയുണ്ട്, തു എന്ന കർത്താവുണ്ട്, ഹ എന്ന ഒബ്ജക്റ്റ് ഉണ്ട്. ഹഫിൾതു ഹ, ഞാൻ അതിനെ മനഃപ്പാടമാക്കുകയും ചെയ്തു. ഫരിഹ, അപ്പോൾ സന്തോഷിച്ചു. ഫരിഹ, സന്തോഷിച്ചു. ബി, എന്നെ കൊണ്ട് അല്ലെങ്കിൽ എന്നിൽ. ഫരിഹ ബി, ഫരിഹ ബി. ഫരിഹയുടെ കൂടെ എന്ത് വേണം? ആരിൽ സന്തുഷ്ടനായി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ബി ചേർത്ത് പറയാം. ഫരിഹ ബി അൽ മുദരിസ്, അധ്യാപകൻ എന്റെ കാര്യത്തിൽ സന്തുഷ്ടനായി. അപ്പോൾ യാതിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഫത്തഹ കൊടുത്തു. ഫരിഹ ബി അൽ മുദരിസ്, ഫരിഹ ബി അൽ മുദരിസ് എന്നാണ്. അപ്പൊ അവിടെ എന്തുണ്ട്? രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുന്നതുകൊണ്ട് അവിടെ ഒന്നാമത്തേന് സുക്കൂൻ മാറ്റണം. അങ്ങനെയാണ് അവിടെ യാതിന് ഫത്തഹ കൊടുത്തിരിക്കുന്നത്. ഫരിഹ ബി അൽ മുദരിസു, അധ്യാപകൻ എന്നിൽ സന്തുഷ്ടനായി. കസീറൻ, വളരെയധികം. is very happy with me. വഖാല, പറയുകയും ചെയ്തു. എന്ത് പറഞ്ഞു എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഇന്നക അഹ്സന ത്വാലിബിൻ, അവിടെ ഇന്ന വേണം. പിന്നെ എന്ത് പറഞ്ഞു എന്ന് വേണമെങ്കിൽ ഇന്ന വേണം. അപ്പൊ നമ്മൾ ഖുർആൻ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് അവിടെ കാലയോ കാലയുടെ രൂപഭേദങ്ങളോ ഉണ്ട് എങ്കിൽ എന്ത് പറഞ്ഞു എന്നുള്ളിടത്ത് ഭിന്നയുണ്ട്. അപ്പൊ അത് കോട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. വഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നക അഹ്സനു ത്വാലിബിൻ, നീ എന്താണ്? നല്ല സ്റ്റുഡന്റ്. ക്ലാസ്സിൽ അഹ്സനു ത്വാലിബിൻ, ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്. അഹ്സനു ത്വാലിബിൻ, അപ്പൊ മുമ്പ് പറഞ്ഞു അത് കേട്ടാ. സൂപ്പർലേറ്റീവ് വന്നിട്ട് ശേഷമുള്ള വാക്ക് ഏതാണ് ഉത്തമം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? കസ്ർ കൊടുക്കും. അഹ്സനു ത്വാലിബിൻ, അഫ്വലു റജുലിൻ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് സൂപ്പർലേറ്റീവ് വരുമ്പോൾ അതിന് ശേഷമുള്ളതിന് കസ്ർ കൊടുക്കണം. എന്തിൽ വലിയ ആള്, എങ്കിൽ ഉത്തമൻ. അഹ്സന ത്വാലിബിൻ, കുട്ടികളിൽ ഉത്തമൻ, സ്റ്റുഡൻസിൽ ഏറ്റവും ഉത്തമൻ. ഇന്നക അഹ്സന ത്വാലിബിൻ. അപ്പൊ കാല പറഞ്ഞ് കോട്ട് ചെയ്യുമ്പോ എന്ത് വേണം? ഇന്ന വേണം. ആലൽ ഉസ്താദു ഇന്നഹു സമിഅ, അദ്ദേഹം കേട്ടു എന്ന് ഉസ്താദ് പറഞ്ഞു. ഓക്കെ, അഹ്സന ത്വാലിബിൻ ഫിൽ ഫസ്ൽ, ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നീ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ് എന്ന്. അല്ലോ, മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സ്ക്ലമേഷനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഒരാശ്ചര്യകരമായ സംഗതി നമ്മൾ കണ്ടാൽ മാഷാ അല്ലാഹ് പറയാം. അതേപോലെ സുബ്ഹാൻ അല്ലാഹ് പറയാം. ഒന്നിന്റെ
ഒന്ന് നമ്മളെ ഹഠാത് ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സുബ്ഹാനല്ലാഹ്. ഒരാള് നല്ല നല്ല പെർഫോമൻസ് ചെയ്താൽ നമ്മൾ എന്ത് പറയും? മാഷാ അല്ലാഹ് എന്ന് പറയും. കാരണം അള്ളാഹ് ഉദ്ദേശിച്ചതനുസരിച്ചാണ് അത് നടന്നത്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? അതിലൂടെ നമ്മുടെ പരസ്പരമുള്ള നെഗറ്റീവ് എനർജി ഇല്ലായ്മ. നെഗറ്റീവ് എനർജി അയാള് ജയിച്ചതില് എനിക്കൊരു സംഭവം എന്തോ ഉണ്ടെങ്കിൽ അതങ്ങ് ഇല്ല. കാരണം എന്താ? അള്ളാഹില് നാം അർപ്പിച്ചു. മാഷാ അല്ലാഹ്. അള്ളാഹ് ഉദ്ദേശിച്ചത് സംഭവിച്ചു എന്നാണ് മാഷാ അല്ലാഹ് എന്ന് പറയുന്നത്. മാഷാ അല്ലാഹു ഖാൻ എന്നാണ് ശരിക്കും അതിന്റെ പൂർണ്ണത. അള്ളാഹ് ഉദ്ദേശിച്ചത് എന്താണോ അത് സംഭവിച്ചു. സാദക അല്ലാഹു ഇൽമൻ. അത് അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ മാവിയാണ് ഇതിന്റെ പ്രാർത്ഥനാ വാക്യമായിട്ട് അല്ലെങ്കിൽ ആശംസാ വാക്യമായിട്ട് ഉപയോഗിക്കുന്നത്. ജാത എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചു. ജാതക്ക നിനക്ക് വർദ്ധിപ്പിച്ചു തന്നു അല്ലാ. ഇൽമൻ എന്തിനാ വർദ്ധിപ്പിച്ചു തന്നു? വിജ്ഞാനം. നിനക്ക് അള്ളാഹ് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തന്നു എന്നതാണ് സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? ഒരു വർദ്ധിപ്പിച്ച് തരട്ടെ പ്രാർത്ഥന. ആശംസാ വചനമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതെന്താവും? പ്രാർത്ഥനാരൂപമാവും. അപ്പൊ നമ്മൾ പറയും നിനക്ക് അല്ലാഹ് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരട്ടെ. യാ ബുനയ്യ കുഞ്ഞുമോനെ. മനസ്സിലായില്ലേ? റളിയല്ലാഹു അൻഹു. റളിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൃപ്തിപ്പെട്ടു. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്. ആശംസാ വചനങ്ങളെല്ലാം പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. റളിയല്ലാഹു അൻഹു. പിന്നെ നമ്മൾ ഒരാള് താങ്ക്സ് പറയുമ്പോ ഒരാളോട് താങ്ക്സ് പറയുമ്പോൾ എങ്ങനെ പറയും? ജസാക്കല്ലാഹു ഖൈർ. ശുക്രൻ പറയാം. ശുക്രൻ പറയുമ്പോൾ നിരുപാധികം പറയാം. ശുക്രൻ അങ്ങനെ നിരുപാധികമായ ഉപയോഗം പേരുണ്ട്. അതായത് അത് ഒരു എന്താണ് പറയുക, നേരത്തെ പറഞ്ഞ പോലെ മുത്തലക്കാറ്റ് വരും. ഒന്നും ടച്ച് ചെയ്യാതെ ശുക്രൻ, താങ്ക്സ്. ശരിക്ക് ജസാക്കല്ലാഹു ഖൈർ എന്നാണ് ശരിക്ക് പറയേണ്ടത്. കാരണം അത് വേറെ വിഷയം. ഉള്ള നിനക്ക് പ്രതിഫലം തരട്ടെ. ജസാക്കാന്ന് പറഞ്ഞാൽ അള്ളാഹ് നിനക്ക് പ്രതിഫലം നൽകി എന്നാണ്. പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. മാഷാ അല്ലാഹ്. സദഖല്ലാഹു ഇൽമൻ യാ ബുനയ്യ. സഈദ് അഗസൽതി ഖുംസാനി യാ ഉമ്മി. അപ്പൊ ഈ പാഠത്തിലെ ഒരു പോയിന്റ് ആണ്, സ്ത്രീയോട് എങ്ങനെ പറയും? ഒരു ക്രിയാരൂപം സ്ത്രീയോട് എങ്ങനെ പറയും? അതാണ് ഗസൽതി, നീ കഴുകി. അപ്പോ നേരത്തെ നമ്മള് ഗസൽത്ത ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഹറജിത്ത ദഹബിത്ത ഒക്കെ പറഞ്ഞു, റജായിത്ത ഒക്കെ പറഞ്ഞു. നീ മടങ്ങി എന്ന് പുരുഷനോട് പറയുമ്പോൾ ഫതഹാണ്. സ്ത്രീയോട് പറയുമ്പോൾ അതിന് കെസ്റിട്ടാൽ മതി. റജായിത്ത നീ മടങ്ങി, റജായിത്തി നിങ്ങൾ നീ മടങ്ങി. സഹോദരി സ്ത്രീയോട് പറയുമ്പോൾ നീ മടങ്ങി. ഇവിടെ ഉമ്മയോട് പറയാൻ ഗസൽത്തി നീ കഴുകിയോ? കുംസാനി എന്റെ. കുംസാൻ എന്താണ്? കമീസിന്റെ ബഹുവചനം കുംസാൻ. എന്റെ ഷർട്ടുകൾ കഴുകിയോ? യാ ഉമ്മി, ഉമ്മ. ഉമ്മയോട് ചോദിക്കുമ്പോ ഗസൽത്തി എന്നാണ്. ഗസൽത്തി എന്റെ ഷർട്ടുകൾ കഴുകിയോ ഉമ്മ? അല്ലും ഞാൻ ഗസൽത്തുഹ, അതെ ഞാൻ കഴുകി. അപ്പൊ ഞാൻ എന്നതിന് ജെൻഡർ ഡിഫറൻസ് ഇല്ല. ഞാൻ എന്നതിന് ജെൻഡർ ഡിഫറൻസ് ഇല്ല. ഗസൽത്തു ഞാൻ കഴുകി. ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഗസൽത്തു എന്ന് തന്നെ. ഗസൽത്തുഹ ഞാൻ അതിനെ കഴുകി. വ കവൈതുഹ, കവ എന്താണ്? അയൺ ചെയ്തു. കവായിക്കും എന്ന് നിവർത്തി എന്നാണ് കേട്ടോ. നിവർത്തി, തേച്ച് നിവർത്തിയല്ലുന്നത് കവ. തേച്ച് നിവർത്തുന്ന ഉപകരണമാണ് മിക്കുവ എന്ന് പറയും. മിക്കുവ നമ്മൾ പഠിച്ചില്ലേ? മിക്കുവ. ഇതെന്താണ്? കവൈത്തു, ഞാൻ അതിനെ അയൺ ചെയ്തു. അപ്പോ നമ്മള് ഹുദിന്റെ അതിന്റെ ഡിറൈവ്ഡ് ഫോംസിലേക്ക് പോകുന്നില്ല ഇപ്പോൾ.
ഖുദ് എന്നുള്ള നമ്മൾ ഒരു പ്രയോഗമായിട്ട് പഠിച്ചിരിക്കുക. ഖുദ്, യു ടേക്ക് എന്നാണ് അതിന്റെ അർത്ഥം. യു ടേക്ക്, നീ എടുക്കൂ, നീ എടുക്കൂ അല്ലെങ്കിൽ നീ പിടിക്കൂ. ഖുദ് അത് പുരുഷനോട് പറയുന്ന പ്രയോഗമാണ് കേട്ടോ. ഖുദ് ഹാദ ഖമീസ. നമ്മൾ ഈ പറയുമ്പോഴൊക്കെ അഡ്രസ് ചെയ്യുന്ന ആരോടാണ് എന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കി ഗസൽ തീ, അപ്പൊ നീ കഴുകി എന്ന് ഉമ്മയോട് പറയുമ്പോൾ തീ ആണ് ഉപയോഗിക്കുന്നത്. ഉപ്പയോട് പറയുമ്പോൾ ഗസൽ ആണ് വരേണ്ടത്. സഹോദരനോട് പറയുമ്പോൾ ഗസൽ ആണ് വരേണ്ടത്. സഹോദരിയോട് പറയുമ്പോൾ ഗസൽ തീ എന്നാണ് വരേണ്ടത്. അപ്പൊ പെണ്ണിനോട് പറയുന്നതും ആണിനോട് പറയുന്നതും വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ അത് മനസ്സിലാക്കി വേണം വായിക്കാൻ. ഖുർആൻ വായിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് വായിക്കുക. മറിയം അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞെടുത്ത് എങ്ങനെ പറഞ്ഞു, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞെടുത്ത് എങ്ങനെ പറഞ്ഞു, ഇസ്മായിൽ നബിയോട് പറഞ്ഞത് എങ്ങനെ പറഞ്ഞു എന്നൊക്കെ ആണുങ്ങളോട് പറയുമ്പോൾ എങ്ങനെ, പെണ്ണുങ്ങളോട് പറഞ്ഞത് എങ്ങനെയെന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ഇപ്പൊ ഇവിടെ മോനോട് പറയുകയാണ് ഹുദ് ഹാദ ഖമീസ്, ഈ ഷർട്ട് എടുത്തോ. ശരി. ഹാത്തി, ഹാത്തി, ഹാത്തി എന്ന് പറഞ്ഞാൽ നീ തരൂ. നമ്മൾ നേരത്തെ പഠിച്ചു ഹാത്തി, ഹാത്തി നീ തരൂ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് പുരുഷനോട് പറയുന്നതാണ്. ഇവിടെ ഉമ്മയോട് പറഞ്ഞപ്പം ഹാത്തി. ഖുർആൻ എന്ന് പറഞ്ഞു ഹാത്തൂ ബുർഹാനക്കം എന്ന് പറഞ്ഞില്ലേ. അവരോട് ഹാത്തി എന്ന വാക്ക്, ഹാത്തി എന്ന വാക്ക് കൽപ്പന രൂപമാണ്. അതിന്റെ എല്ലാ രൂപങ്ങളും ഇല്ല. മറിച്ച് എന്താണ്, കൽപ്പന രൂപം മാത്രമേ ഉള്ളൂ. അത് ഒരു ആണിനോട് പറയുമ്പം ഹാത്തി, ഒരുപാട് ആണുങ്ങളോട് പറയുമ്പം ഹാത്തൂ, ഒരു പെണ്ണിനോട് പറയുമ്പം ഹാത്തി. ഇതുവരെ നമ്മൾ പഠിച്ചത് കേട്ടോ. ഹാത്തി ജാക്ക, അത് കൊണ്ടുവരൂ. ജാക്ക, അത് ജാലിക്ക എന്ന് പറയുന്ന പോലെയാണ് ജാക്ക, ലാമില്ലാതെ ഉപയോഗിക്കാം. ജാക്ക. യാ ഉമ്മി, ഉമ്മ അതിങ് കൊണ്ടുവരൂ. ജാക്ക അജ്മലു മിൻ ഹാദ, ജാക്ക അജ്മലു മിൻ ഹാദ, അത് ഇതിനേക്കാൾ ഭംഗിയുള്ളത്. അപ്പൊ നമ്മൾ സൂപ്പർലേറ്റീവ് പഠിച്ചപ്പോൾ പറഞ്ഞു സൂപ്പർലേറ്റീവ് ഫോം ചിലപ്പോൾ കമ്പാരിറ്റീവ് ആയിട്ടും വരും. കമ്പാരിറ്റീവ് ആയിട്ട് വരുമ്പോൾ മിൻ ഉണ്ടാകും. സെയിം ഫോമാണ് രണ്ടിനും ഉപയോഗിക്കുന്നത്. കമ്പാരിറ്റീവിനും സൂപ്പർലേറ്റീവിനും ഒരേ ഫോമാണ് ഉപയോഗിക്കുന്നത്. മിൻ ഇല്ലെങ്കിൽ അത് സൂപ്പർലേറ്റീവ് ആണ്, മിൻ വന്നാൽ കമ്പാരിറ്റീവ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മിൻ ഇല്ല, അള്ളയാണ് ഏറ്റവും വലിയവൻ. ഇവിടെ എന്താണ്, അജ്മലു മിൻ ഹാദ, ഇത് അത് ഇതിനേക്കാൾ ഭംഗിയുള്ളതാണ്. അപ്പൊ ഇവിടെ കമ്പാരിറ്റീവ് ആണ്. നേരത്തെ എന്ത് പറഞ്ഞു, അഹ്സൻ ത്വാലിബീൻ എന്ന് പറഞ്ഞു, സ്റ്റുഡൻസിൽ ഉത്തമമായവൻ എന്ന് പറഞ്ഞു. തദ്ഖുലു മറിയമു, അപ്പോ യദ്ഖുലുൽ ഉസ്താദ്, ഉസ്താദ് പ്രവേശിക്കുന്നു. സ്ത്രീയാകുമ്പോ എന്ന് പറയും, അല്ലെങ്കിൽ യദ്ഖുലു അഹ്മദ്, അഹമ്മദ് പ്രവേശിക്കുന്നു. മറിയം പ്രവേശിച്ചിട്ട് എന്ത് പറഞ്ഞു, തദ്ഖുലു. അപ്പൊ ഹുവയാണെങ്കിൽ യദ്ഖുലു, ഹിയാണെങ്കിൽ തദ്ഖുലു. യദ്ഖുലു ഹിയ തദ്ഖുലു നമ്മൾ മുമ്പ് പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ് കൂടാണ്. മറിയം അസ്സലാമു അലൈക്കും കൈഫ ഹാലുക യാ ഉമ്മി, മറിയം പ്രവേശിച്ചുകൊണ്ട് പറയുകയാണ്, മറിയം അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും, അലൈക്കും എന്നുള്ളത് കോമൺ ആണ് കേട്ടോ. അത് പൊതുവായി ഉപയോഗിക്കാവുന്നതാണ്. ഒരു വ്യക്തി അഡ്രസ് ചെയ്യുമ്പോൾ അത് സ്ത്രീലിംഗവും പുല്ലിംഗവും ഏകോചനവും ബഹുവചനമാക്കിയൊക്കെ പറയാം. എങ്കിലും അസ്സലാമു അലൈക്കും എന്നത് ജനറൽ ആയിട്ട് എപ്പോഴും ഉപയോഗിക്കാം. ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആളില്ലെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പ്രവേശിക്കാം. ആളുണ്ടെങ്കിൽ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരാളാണെങ്കിലും ഒരുപാട് ആളാണെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് ദഖൽതും ബുയൂതൻ വസല്ലിമു ലി അൻഫുസിക്കും എന്ന് പറയും. നിങ്ങൾ സ്വയം സ്വന്തത്തിന് വേണ്ടി സലാം പറഞ്ഞിട്ട് പ്രവേശിക്കണമെന്ന് പറയും. കൈഫ ഹാലുക യാ ഉമ്മി, കൈഫ ഹാലുക്കി യാ ഉമ്മി, ഉമ്മ എന്താണ് അവസ്ഥ. അപ്പൊ ഉമ്മയോട് പറയുമ്പം ഹാലുക്കി, കൈഫ ഹാലുക്കി യാ ഉമ്മി. വകൈഫ ഹാലുക യാ അഖി, സഹോദരനോട് ചോദിക്കുമ്പോ ഹാലുക, ഉമ്മയോട് ചോദിക്കുമ്പോ കൈഫ ഹാലുക്കി യാ ഉമ്മി, സഹോദരനോട് കൈഫ ഹാലുക യാ അഖി, ബ്രദർ ഹൗ ആർ യു, അല്ലും
വഅലൈക്കും അസ്സലാം. അപ്പൊ മറിയമാണ് പ്രവേശിച്ചത്. മറിയം എല്ലാവരോടും പറഞ്ഞു അസ്സലാമു അലൈക്കും പറഞ്ഞു. തിരിച്ചെന്താ പറയുന്നത് മറിയമിനോട്? മറിയമിനോട് അത് തന്നെയാ പറയുക, വഅലൈക്കും സലാം. അഹ്ലൻ യാ ബിന്തി, വെൽക്കം മൈ ഡോട്ടർ. ബിന്തി, എന്റെ മോളെ. അപ്പോ എന്റെ യായിലേക്ക് ചേർക്കുമ്പോ പിന്നെ യാ, ആദ്യത്തെ യാ കൊണ്ട് വിളിക്കുമ്പോൾ നമ്മൊന്നുമില്ല. ബിന്ദു എന്ന് മാത്രമാണെങ്കിൽ യാ ബിന്ദു, എന്റെ മോളെ എന്നാണെങ്കിൽ യാ ബിന്തി. മറ്റാ ഖറജിത്തി മിനൽ മദ്രസത്തി, മറ്റാ ഖറജിത്തി, നീ എപ്പോഴാണ് പുറപ്പെട്ടത്? മിനൽ മദ്രസത്തി, മദ്രസയിൽ നിന്ന്, സ്കൂളിൽ നിന്ന് എപ്പോഴാണ് നീ പുറപ്പെട്ടത്? അപ്പൊ ഖറജിത്തി കേട്ടോ. രണ്ടാമത് വായിക്കുമ്പോൾ അവിടേക്ക് അടയാളപ്പെടുത്തണം, പ്രസന്റ് കൺസെപ്റ്റിലൊക്കെ. മറിയം ഖറജിത്തു ബഅദ സ്വലാത്തി ളുഹ്രി. ഇവിടെ മിൻ നേരത്തെ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഖറജിത്തു എന്ന് മാത്രം പറഞ്ഞത് കേട്ടോ. കോണ്ടക്സ്റ്റ് അനുസരിച്ചാണ് ചോദ്യം. മത്താ ഖറജിത്തി മിനൽ മദ്രസത്തി എന്നാണ്. ഖറജയുടെ കൂടെ അവിടെ മീൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൽ നിന്നും എപ്പോഴാണ് പുറപ്പെട്ടത്? അപ്പൊ മറുപടി പറയുമ്പം ഖറജിത്തു ബഅദ സ്വലാത്തി ളുഹ്രി. ഇവിടെ കണ്ടോ, സ്വലാത്തിന്റെ പേര് പറഞ്ഞപ്പോ സ്വലാത്തി ളുഹ്രി, ഒറ്റയ്ക്ക് പറഞ്ഞ സ്വലാത്തു ളുഹ്രി, ലോഹ നമസ്കാരത്തിന്റെ ശേഷമാണ് ഞാൻ പുറപ്പെട്ടത്. അല്ലും ജമീലാത്തുക്കി, ജമീലാത്തുക്കി. അപ്പോ മറിയമിനോടായതുകൊണ്ട് അതിനെ ജമീലാത്തുക്കി, നിന്റെ ക്ലാസ്മേറ്റുകളൊക്കെ എവിടെ? ആമിനത്തു, ഫാത്തിമത്തു, സുആദു. ആമിന, ഫാത്തിമ, സുആദ് എന്നിവര്. സുആദ് എന്ന് ഫാത്തിമയെ പോലെ ഒരു പെണ്ണിന്റെ പേരാണ് കേട്ടോ, സുആദ്. മറിയം മാ റഅയ്തുഹുന്ന, മാ റഅയ്തുഹുന്ന. അപ്പൊ ഹുന്ന എന്താണ്? ആ പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങൾ. അപ്പോ മാ റഅയ്തുഹു, ഞാൻ അവനെ കണ്ടില്ല. മാ റഅയ്തുഹും, ഞാൻ ആ ആണുങ്ങളെ കണ്ടില്ല. മാ റഅയ്തുഹാ, ഞാൻ ആ പെണ്ണിനെ കണ്ടില്ല. മാ റഅയ്തുഹുന്ന, ഞാൻ ആ പെണ്ണുങ്ങളെ കണ്ടില്ല. ബഅദ സ്വലാത്ത്, ബഅദ സ്വലാത്ത്. ആദ്യം പറഞ്ഞപ്പോ സ്വലാത്തിൽ ളുഹ്രി എന്ന് പറഞ്ഞു. അപ്പൊ സ്വലാത്തുൽ ളുഹ്ർ എന്ന് പറയുമ്പോ സ്വലാത്തിന് അല്ലുണ്ടാവില്ല. സൂറത്തിന്റെ പേര് പറയുമ്പോൾ സൂറത്തിന്റെ കൂടെ അല്ലുണ്ടാവില്ല. സ്വലാത്തിന്റെ പേര് പറയുമ്പോൾ സ്വലാത്തിന്റെ കൂടെ അല്ലുണ്ടാവില്ല. കാരണം എന്താണ്? ഇളാഫത്തായിട്ടാണ് ഉപയോഗിക്കുക. ഇളാഫത്ത് ചെയ്താൽ ഒന്നാമത്തേന് അല്ലുണ്ടാവില്ല. അതേസമയം സ്വലാത്ത് എന്ന് മാത്രം പറയുകയാണ്, ബാദസ്വലാത്തി. അപ്പൊ നമസ്കാരത്തിന്റെ ശേഷം ഞാൻ അവളെ കണ്ടില്ല. ഏത് നമസ്കാരമാണ് നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണ് രണ്ടാമത് പറയുമ്പോൾ അസ്വലാത്ത് എന്ന് പറയുന്നത്. ആ റഅയ്തുഹുന്ന ബഅദസ്വലാ, നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അവരെ കണ്ടിട്ടില്ല. അല്ലും യാ ബിന്തി അഖൂക ഹഫിള സൂറത്ത് അർ-റഹ്മാനി. അഖൂക്കി, നിന്റെ സഹോദരൻ, അഖൂക്കി, നിന്റെ സഹോദരൻ, ഹഫിള മനഃപ്പാടമാക്കി. സൂറത്ത ഹഫിളയായതുകൊണ്ട് ഏതിനെ മനഃപ്പാടമാക്കി? അതുകൊണ്ട് അതിന് സൂറത്ത അർ-റഹ്മാനി, അർ-റഹ്മാൻ സൂറ അവൻ മനഃപ്പാടമാക്കി. അയ്യ സൂറത്തിൻ, അയ്യു എന്നാൽ ശേഷമുള്ളതിന് കെസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അയ്യ സൂറത്തിൻ, അവിടെ അയ്യിന് ഫതഹാണ്. കാരണം ഹഫിൾതി, നീ മനഃപ്പാടമാക്കി എന്നതിന്റെ ഒബ്ജക്റ്റ് ആണ് അയ്യ. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചോദ്യത്തിന് വേണ്ടി അതിനെ മുമ്പേ കൊണ്ടുവച്ചതാണ്. അപ്പോൾ അത് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റിന്റെ അടയാളം കൊടുക്കണം, കർത്താവാണെങ്കിൽ കർത്താവിന്റെ അടയാളം കൊടുക്കണം. ഇവിടെ എന്താണ്? മനഃപ്പാടമാക്കി. എന്തിനെയാണ് മനഃപ്പാടമാക്കിയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് ഒബ്ജക്റ്റിന്റെ അടയാളമാണ് കൊടുക്കുന്നത്. അയ്യ സൂറത്തിൻ ഹഫിൾതി, നീ മനഃപ്പാടമാക്കി. അൻതി, അൻത നീ ഒരു പുരുഷൻ, അൻതി നീ ഒരു സ്ത്രീ. അയ്യ സൂറത്തിൻ ഹഫിൾതി അൻതി, നീ ഏത് പാഠമാണ് പഠിച്ചത്? ഏത് അധ്യായമാണ് പഠിച്ചത്? മറിയം അന ഹഫിൾതു സൂറത്തുൽ ഹദീദ്, ഞാൻ ഏത് സൂറത്താണ് പഠിച്ചത്?
സൂറത്തുൽ അൽ ഹദീദ് ഹദീദ്. സൂറത്താണ് പഠിച്ചത്. സൂറത്തുൽ അല്ലാതെ ഇരുമ്പ് സൂറത്ത് പഠിച്ചെന്നല്ല. എൻ്റെ ഏതൊരു തഫ്സീർ വായിച്ചത് ഓർമ്മയുണ്ട്, ഖുർആൻ പരിഭാഷ വ്യാഖ്യാനം. അതിലെന്താണ് അധ്യായം 2 പശു, അധ്യായം 1 ആമുഖം എന്ന് എഴുതേണ്ടി. ഫാത്തിഹ. അങ്ങനെ പറ്റൂല കേട്ടോ. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം ഉദ്ദേശിച്ചിട്ടാണ് അതിന് പേര് കൊടുത്തത്. ബക്കറ എന്ന പേര് വരാൻ കാരണം അതിൽ ബക്കറത്തുൻ എന്ന പദം ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ പശുവിനെ കുറിക്കുന്ന, പശുവിന്റെ ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യായമല്ല. അങ്ങനെ ഒരു ശാസ്ത്രം അത് പറയുന്നില്ല, വേറെ വിഷയമാണ് പറയുന്നത്. ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ പറയുന്നു. അപ്പോ ഇരുമ്പ് സൂറത്തല്ല, മറിച്ച് എന്താണ് അൽ ഹദീദ് അധ്യായം എന്ന് തന്നെ നമ്മൾ പറയണം. സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ ഹദീദ് ഞാൻ മനപ്പാടമാണ്. വഹിയ അത്വലു മിൻ സൂറത്തുർ റഹ്മാൻ. അപ്പൊ അത്വല് മിൻ ഉപയോഗിച്ചപ്പോ എന്താ അർത്ഥം വന്നു? കമ്പാരിറ്റീവായി, താരതമ്യം ചെയ്യുന്നതായി. അത്വലു മിൻ സൂറത്തുർ റഹ്മാൻ, സൂറത്തുർ റഹ്മാനേക്കാൾ അത്വലാണത്. ദൈർഘ്യമുള്ളതാണ്. അത്വൽ എന്ന് പറഞ്ഞാൽ ദൈർഘ്യമുള്ളത്. കദാലിക അപ്രകാരം തന്നെ ഹഫിൾതു ഞാൻ മനപ്പാടമാക്കി സിത്ത അശ്റത്ത. ഇതാണ് ഇവിടെ പഠിക്കുന്ന മറ്റൊരു പോയിന്റ് കേട്ടോ. ഈ പാഠത്തിലെ മറ്റൊരു പോയിന്റ് എന്താണ്? കൗണ്ടിങ്. സിത്ത അശ്റത്ത. അശ്റത്ത് എന്ന് പറഞ്ഞ ഷീനിന് സുക്കൂൻ താഴുണ്ടാവും. അതെന്താണ്? ഫെമിനിനാണ്, സ്ത്രീലിംഗമാണ്. ഷീനിന് സുക്കൂനും താഴുണ്ടാവും. അതെന്താണ്? സ്ത്രീലിംഗ പദമാണ്. എന്താണ് പഠിച്ചത്? ആയത്താണ് പഠിച്ചത്. അപ്പൊ ആയത്തിനെയാണ് എണ്ണുന്നത്. എണ്ണപ്പെടുന്ന വസ്തു എന്താണ്? സ്ത്രീലിംഗമാണ്. അപ്പോ അഷറത്ത് എന്തായിരിക്കണം? ആ എണ്ണപ്പെടുന്ന വസ്തുവുമായി മാച്ചിങ് ആയിരിക്കും. അപ്പൊ അഷറത്ത് സ്ത്രീലിംഗമാണ്, ആയത്ത് സ്ത്രീലിംഗം. സിത്ത് എന്താണ്? ചില്ലറ നമുക്ക് തൽക്കാലം പറയാം. ചില്ലറ അറിയാമല്ലോ, നിങ്ങളുടെ നാട്ടിൽ ചില്ലറ എന്ന് പറയാറുണ്ടോ? 10 താഴെ വരുന്നതല്ല, താഴെ ചില്ലറ. അപ്പൊ ചില്ലറ ഉള്ളത് എന്താണ്? ചില്ലറ ഉള്ളത് 10ന്റെ താഴെ വരുന്നത്, അതിന്റെ അക്ഷരത്തിന്റെ കൂടെ ചില്ലറ ഉള്ളത് എന്തായിരിക്കാം? ഓപ്പോസിറ്റ് ജെൻഡർ ആയിരിക്കും. അപ്പൊ സിത്ത് എന്താണ്? മസ്കുലിനാണ്. ആയത്താണ് പഠിച്ചത്. അപ്പൊ സിത്ത അശ്റത്ത ആയത്ത്. അപ്പൊ എന്താ സിത്ത അശ്റത്ത എന്ന് പറഞ്ഞാൽ എന്താ? എത്ര എണ്ണം സംഖ്യ? 16. 16 ആയത്തും കൂടി ഞാൻ പഠിച്ചു. കദാലിക ഹഫിൾതു സിത്ത അശ്റത്ത ആയത്തൻ മിൻ സൂറത്തിൻ നബഇ. അന്നബ അധ്യായം, അന്നബ അധ്യായത്തിലെ 16 സൂക്തം കൂടി ഞാൻ മനഃപ്പാടമാക്കി. അല്ലും മാഷാ അല്ലാഹ്. ഇന്നക താലിബത്തുൻ മുജ്തഹിദത്തുൻ. ഇന്നക്കി, അപ്പൊ ഇന്നക്കി താലിബത്തുൻ മുജ്തഹിദത്തുൻ. ഇന്നക്കി പറഞ്ഞുകൊണ്ട് താലിബത്തുൻ എന്ന സ്ത്രീലിംഗം ഉപയോഗിച്ചു. അതിന്റെ വിശേഷണമാണ് മുജ്തഹിദത്തുൻ. താലിബത്തിന് അല്ലില്ലാത്ത ആയതുകൊണ്ട് മുജ്തഹിദത്തിന് അൽ വേണ്ട. താലിബത്തിന് ലമ്മായതുകൊണ്ട് മുജ്തഹിദത്തിന് ലമ്മ് കൊടുക്കണം. ഇന്നക്കി താലിബത്തുൻ മുജ്തഹിദത്തുൻ. നീ ഒരു ഹാർഡ് വർക്കിംഗ് സ്റ്റുഡന്റ് ആണ്. അന മസ്റൂറത്തുൻ ബിക. അന മസ്റൂറത്തുൻ ബിക. നേരത്തെ നമ്മൾ ഫരിഹ ബി എന്ന് പറഞ്ഞില്ലേ? ഫരിഹ ബി എന്ന് പറഞ്ഞതുപോലെയാണ് മസ്റൂറുൻ ബി എന്ന് പറയും. മസ്റൂറുൻ ബി. അപ്പൊ ഇവിടെ അന എന്താണ്? ഉമ്മാണ് പറയുന്നത്. ഉമ്മ പറയുമ്പോ അനയ്ക്ക് വ്യത്യാസമില്ല. ആബ് പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും അന എന്ന് പറയുന്ന വ്യത്യാസമില്ല. അതേസമയം അതിന്റെ കൂടെ വരുന്ന നൗൺ ഫോം എന്തായിരിക്കണം? പെണ്ണാണ് പറയുന്നതെങ്കിൽ സ്ത്രീലിംഗമാകണം. അന പറയും അന താലിബത്തുൻ എന്ന് പറയാം. വേറൊരാളാണ് അബാണ് പറയുന്നതെങ്കിൽ, ഉമ്മാണ് പറയുന്നതെങ്കിൽ അന താലിബത്തുൻ എന്ന്. അബാണ് പറയുന്നതെങ്കിൽ അന താലിബുൻ, അതായത് വലതാണ് പറയുന്നതെങ്കിൽ അന താലിബുൻ എന്ന്. ബിന്താണ് പറയുന്നതെങ്കിൽ അന താലിബത്തുൻ എന്ന്.
അപ്പൊ ഇവിടെ അന മസ്റൂറത്തുൻ, ഞാൻ സന്തുഷ്ടയാണ്. മസ്റൂറുൻ സന്തോഷമുള്ളവൻ, മസ്റൂറുൻ സന്തോഷമുള്ളവൻ, ഹാപ്പി, പ്ലീസ്ഡ്. ബിക്കി, ബിക്കി, മറിയനോട് പറയുന്നുണ്ട് ബിക്കി. അപ്പൊ മസ്റൂറത്തിന്റെ കൂടെ എന്ത് ഉപയോഗിക്കണം? ആരിൽ ബി സന്തുഷ്ടനാണ് എന്ന് പറയുന്നതിനോട് ബി ഉപയോഗിക്കും. അപ്പൊ അവിടെ ബിക്കി, ഇവിടെ മറിയമായതുകൊണ്ട് ബിക്കി, നിന്നിൽ ഞാൻ നിന്നെ സന്തുഷ്ടനാണ്. കൊണ്ട്, നിന്നെ കൊണ്ട്. നിന്നെ കൊണ്ട്. അദഹബത്തി ഇലൽ മക്തബത്തി അൽയോമ, അദഹബത്തി നീ പോയായിരുന്നോ? ഇലൽ മക്തബത്തി ലൈബ്രറിയിൽ അൽയോം, ഇന്ന് ലൈബ്രറി പോയായിരുന്നോ? മറിയം ഞാൻ ദഹബത്തു, ഞാൻ ദഹബത്തു. അപ്പൊ മറിയം പറഞ്ഞാലും അഹമ്മദ് പറഞ്ഞാലും ദഹബത്തു ദഹബത്തു ആണ്, ഒരു വ്യത്യാസമില്ല. ഞാൻ ദഹബത്തു, അതെ ഞാൻ പോയിരുന്നു. അല്ല മാലാ ഖറഅതി ഹുനാക, അവിടെ എന്താണ് വായിച്ചത്? മാലാ ഖറഅതി ഹുനാക, അവിടെ എന്താണ് വായിച്ചത്? എന്താണ്? ഹുനാക, ഹുനാലിക്ക പറയുന്ന പോലെയാണ് ഹുനാക. ഹുനാക അവിടെ, ഹുനാലിക്ക അവിടെ. മറിയം ഖറഅതു മജല്ലതൻ, ഖറഅതു ഞാൻ വായിച്ചു. എന്ത് വായിച്ചു? മജല്ലതൻ. അപ്പൊ അതവിടെ അതേ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നെസ്ബ് കൊടുക്കണം. ഖറഅതു മജല്ലതൻ, ഞാൻ ഒരു മാഗസിൻ വായിച്ചു. മജല്ലത്തൻ അല്ലില്ല പറഞ്ഞുകൊണ്ടാണ് ഒരു മാഗസിൻ വായിച്ചു. ഐ ഹാവ് റെഡ് എ മാഗസിൻ. മീൻ പാകിസ്ഥാൻ, മീൻ പാകിസ്ഥാൻ എന്താ പറയണ്ടത്? മീൻ പാകിസ്ഥാൻ, പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു മാഗസിനാണ് ഞാൻ വായിച്ചത്. ഇസ്മുഹ, മജല്ലത്തായതുകൊണ്ട് ഇസ്മുഹ, അതിന്റെ പേര് അൽ ഇസ്ലാം. അൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മാഗസിനാണ് ഞാൻ ഇവിടെ വായിച്ചത്. അല്ലോ അബിൽ ലോകത്തിൽ അറബിയത്തി ഹിയ, അബിൽ ലോകത്തിൽ അറബിയത്തി ഹിയ, ബിൽ ലോകത്തി ലാംഗ്വേജിൽ, ഫിൽ ലോകത്തി അല്ല. ഏത് ഭാഷയിലാണെന്ന് പറയുമ്പോഴത്തെ ബിൽ ലോകത്തി. ആ ബിൽ ലോകത്തിൽ അറബിയത്തി, അത് അറബി ഭാഷയിലാണോ? ലുഗത്ത് എന്ന് വന്നതുകൊണ്ടാണ് അറബിയുടെ കൂടെ അറബിയത്ത് എന്ന് വന്നത് കേട്ടോ. ലുഗത്ത് വന്നുകൊണ്ട് അറബിയുടെ കൂടെ എന്ത് വന്നു? താ വന്നു. അല്ലെങ്കിൽ ബിലിസാനിൻ അറബിയിൻ മുബീൻ എന്ന് ഹംദു സലാത്ത് പറഞ്ഞു കേട്ടായിരുന്നു. ബിലിസാനിൻ അറബിയിൻ മുബീൻ ഒരു ഖുർആൻ സൂക്തമാണ്. ലിസാനിൻ അറബിയിൻ മുബീൻ, അവിടെ ലിസാൻ ആയതുകൊണ്ട്, അവിടെ മസ്കിൻ ആയതുകൊണ്ട് അറബി എന്ന മസ്കിനാണ് ഉപയോഗിച്ചത്. ശരി. അബിൽ ലുഗത്തിൽ അറബിയത്തി ഹിയ, ഹിയ മജല്ലത്ത് ആയതുകൊണ്ട് ഹിയ എന്ന് പറഞ്ഞു. അത് ആ മജല്ല അത് അറബി ഭാഷയിലാണോ? അറിയാം. ബിൽ ലുഗത്തിൽ ഇംഗ്ലീഷില്ല, അത് ഇംഗ്ലീഷിലാണ്. അല്ലും അദ്ഹബത്തി ഇലൽ മുദീറത്തി, മുദീറത്ത് ആരാണ്? ഹെഡ് മാസ്റ്റർ അല്ലെ, പ്രിൻസിപ്പൽ. മുദീറത്ത് എന്ന് പറയുമ്പോൾ താഴത്ത് പറയുമ്പോൾ മാസ്റ്ററാണ്. ഹെഡ് മിസ്സസ്. ഹെഡ് മിസ്ട്രസ്. ഇവിടെ എന്തായാലും മദ്രസ ആയതുകൊണ്ട് നമുക്ക് പ്രിൻസിപ്പലിലേക്ക് പോകണ്ട. മുദീറത്ത് എന്താണ്? ഹെഡ് മിസ്ട്രസ്. അദ്ഹബത്തി ഇലൽ മുദീറത്തി, നീ ഹെഡ് മിസ്ട്രസിന്റെ അടുക്കൽ പോയായിരുന്നോ? മറിയം ലാ ഹിയ മാ ജാഅത്ത് അൽയൗമ, ഹിയ മാ ജാഅത്ത്, അവൾ വന്നില്ല. അൽയൗമ ഇന്ന്. മാ ജാഅത്തിന്റെ സുക്കൂനും അൽയൗമിന്റെ ലാമിന്റെ സുക്കൂനും കൂടെ ചേർന്ന് വന്നുകൊണ്ടാണ് ജാഅത്തിന് കസ് കൊടുത്തത്. മാ ജാഅത്തിൽ യൗമ, അവർ ഇന്ന് വന്നില്ല. അല്ലും ലിമ, അപ്പൊ ലിമയുടെ കൂടെ എന്തുണ്ട്? ഹാന് സുക്കൂന്. ലെസണിൽ നമ്മൾ പറഞ്ഞതാണ് ലിമ വിശദീകരിക്കുക. അപ്പൊ ലിമയ്ക്ക്, ലിമ എന്ന് പറയുന്നിടത്ത് ഹാന് സുക്കൂൻ കൊടുക്കും. കൊടുക്കാം, ഓപ്ഷനാണ് കേട്ടോ. കൊടുക്കാം, ലിമ കൊടുക്കുന്നത്. എപ്പോഴാണ് കൊടുക്കാവുന്നത്? ലിമ മാത്രം വരുമ്പോൾ. ലിമ മാത്രം, അതായത് ഒരു സെന്റൻസിൽ ഒറ്റയ്ക്ക് വരിക. ലിമ എന്ന് പറയുമ്പോൾ അവിടെ ഹാ കൊടുത്ത് പറയാം. അറിയാം. അവന്നു ലിമയുടെ അർത്ഥം,
ലിമ വൈ എന്തുകൊണ്ട് ലിമാദ എന്നാണ് കേട്ടോ. ലിമാദ അതിന്റെ ഷോർട്ട് ഫോമാണ് ലിമ. അവന്നു ഞാൻ നേരത്തെ പറഞ്ഞു അവന്നിനെ കുറിച്ച് പറയുമെന്ന് പറയും. പാഠത്തിന്റെ ഒരു കൺസെപ്റ്റാണ് അവന്നു. അപ്പൊ അവന്നു എന്ന് പറയുന്നത് എന്തിനാണ്? ഐ തിങ്ക്, ഞാൻ വിചാരിക്കുന്നു അന്നഹ ദഹബത്ത്. അപ്പൊ കാലയുടെ കൂടെ എന്ത് പറഞ്ഞു നമ്മള്? ഇന്നഹു എന്നാണ് പറഞ്ഞത് അല്ലെ? കാലയുടെ കൂടെ ഇന്ന ഉപയോഗിക്കണം, ബാക്കി എല്ലാത്തിന്റെയും കൂടെ അന്നയാണ് ഉപയോഗിക്കുന്നത്. അവന്നു അന്നഹ, അവന്നു അന്നഹ, ഞാൻ വിചാരിക്കുന്നു, അന്നഹ അവൾ ആണ് എന്ന്. അന്നയുടെ അർത്ഥം എന്താണ്? എന്ന് 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 അന്ന മുഹമ്മദ് റസൂലുള്ള. അപ്പൊ അവന്നു അന്നഹ ദഹബത്ത്, അവൾ പോയി എന്നാണ് ഞാൻ കരുതുന്നത്. ഇലാ മക്കത്ത. അപ്പൊ ദഹബയുടെ കൂടെ പ്രിപ്പോസിഷൻ വേണം, ഇലാണ്. ഇലാ മക്കത്ത. അപ്പൊ അതൊക്കെ നമ്മൾ പ്രിപ്പോസിഷൻ വരുന്നതും ഇല്ലാത്തതും എഴുതി വെക്കണം. ശരിബിത്തി ഷായ, ശരിബിത്തി നീ കുടിച്ചോ? ശരിബിത്തി നീ കുടിച്ചോ? അഷായ ചായ കുടിച്ചോ? അറിയാം. മാ ശരിബ്തു, ഞാൻ കുടിച്ചില്ല. മാ ശരിബ്തു, ഞാൻ കുടിച്ചില്ല. അല്ലും ഹാദിമത്തി, ആരോട് പറഞ്ഞു? ഖദ്ദാമയോട് പറഞ്ഞു. ഖദ്ദാമ കേട്ടില്ലേ? ഭൃത്യ ഹാദിമത്താണ് കേട്ടോ. ഹാദിമത്ത് ജോലിക്കാരി. ഹാദിമത്താണ് പിന്നീട് ഖദ്ദാമയായത്. കാരണം എന്താണ്? എല്ലാ പണിയും അവള് അതുകൊണ്ട് എടുപ്പിക്കും. ഒരുപാട് പണിയെടുക്കുന്നവൾ എന്തായി? ഖദ്ദാമയായി. ആലുല്ലിമായിരീത് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഷെഡ് കൊടുക്കുമ്പോ ഇന്റൻസീവ് ഫോമായി ഖദ്ദാമ. പിന്നീട് അവസാനം മലയാളത്തിലേക്ക് അക്ഷരത്തെറ്റോടുകൂടിയൊക്കെയാണ് പറയുന്നത് സിനിമയുടെ പേരെ പറ്റി. ഹാത്തി അഷായ ലൈല, നേരത്തെ പറഞ്ഞു ഉമ്മയോട് ഹാത്തി എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ ഹാത്തി ഹാദിമത്തിനോട് എന്ത് പറഞ്ഞു? ഹാത്തി അഷായ. ഉമ്മ പറയാണ് ആരോട്? ഖാദിമത്തിനോട് പറയാണ്. ഇല്ലെങ്കിൽ ഖാദിമത്തി. ഖാദിമത്ത് എന്ന് പറയുമ്പോൾ ഫെമിൻ ആയതുകൊണ്ട് ഹാത്തി കൊണ്ടുവരൂ, അഷായ ഷായ കൊണ്ടുവരൂ, യാ ലൈല മറിയം. വഹാത്തി ഖതാഅത ഖുബ്സിൻ, മറിയം ഖാദിമയോട് പറയാണ് ഹാത്തി നീ കൊണ്ടുവരൂ ഖതാഅത ഖുബ്സിൻ. ഖതാഅത്ത് എന്താണ്? പീസ്, പീസ്, കഷണം, മുറി. ഖതാഅത്ത് ഖതാഅ മുറിച്ചു, ഖതാഅത്തുൻ മുറി, കഷണം. ഹാത്തി ഖതാഅത ഖുബ്സിൻ. ഖുബ്സ് എന്താണ്? റൊട്ടി. റൊട്ടി. ഖുർആനിൽ വായിച്ചിട്ടുണ്ട് ആരെങ്കിലും ഖുബ്സ്? ആരും വായിച്ചില്ല. ഖുബ്സ് ആരും വായിച്ചില്ല. നമ്മള് കുബൂസ് കുബൂസ് എന്ന് പറഞ്ഞ് അവസാനം ഖുർആനിൽ പറഞ്ഞെന്ന് മനസ്സിലാവും. ഖുബ്സ്. ഇനി സൂറത്ത് മറിയം അറാനി അന്നി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സ. മറിയമിൽ എന്താ പറഞ്ഞത് ഖുബ്സിനെ കുറിച്ച്? മറിയമിന് ഈത്തപ്പഴാണ് കൊടുത്തത്. കാരണം ഗർഭിണികൾക്ക് ഒരുപാട് എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണമാണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഫ്രൂട്ട്സ് ആണ് കൊടുത്തത്. അൺകുക്ക്ഡ് എന്താ പറയാ ഫുഡ്, കുക്ക് ചെയ്യാത്ത ഭക്ഷണമാണ് എളുപ്പം ദഹിക്കുന്നത്. അപ്പൊ അവിടെ കുക്ക് ചെയ്യാത്ത ഭക്ഷണമാണ് കൊടുത്തത്. മറ്റേയാള് സ്വപ്നത്തിൽ കണ്ടതാണ് ഇത്, ഞാൻ റൊട്ടി ചുമന്നുകൊണ്ട് പോകുന്നു. വിശദീകരണത്തിലല്ലേ? അതെ. ഞാൻ ഒരു കഷ്ണം റൊട്ടി, ഹൊബസിൻ ഹൊബസിൻ, റൊട്ടി കഷണം കൊണ്ടുവരൂ. ഐലൻ ഓൾസോ യാ ലൈല, ഒരു കഷ്ണം റൊട്ടി കൂടി കൊണ്ടുവരൂ. ഹൊബസ് എന്ന് പറയുമ്പോൾ ബ്രെഡും ആകാം കേട്ടോ.
ഞാൻ ലൈല. ബ്രെഡിന് അറബിൽ എന്ത് പറയും? അതും ഖുബ്സൻ. ഖുബ്സ് തന്നെയാണ്. ഞാൻ ലൈല. അന ജൗആ. ഞാൻ എന്താണ്? എനിക്ക് വിശപ്പുണ്ട്. ജൗആയാണ്, വിശപ്പുള്ളവളാണ്. അന ജൗആ. ജുആന് പുല്ലിംഗം, വിശപ്പ്. ജൗആ സ്ത്രീലിംഗം. അതാ അന ജൗആ. അപ്പൊ ഇത്രയും ഞാൻ വായിക്കുന്നത് പോലെ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സസൈസിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഓരോന്നും ഞാൻ കൃത്യമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഈ പാഠം നന്നായിട്ട്, ഈ ഭാഗം അത് പാഠം വായിക്കുന്ന ഭാഗം നന്നായിട്ട് കേട്ട് നന്നായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ടീച്ചർ നമുക്ക് എക്സസൈസ് തന്നാൽ അതും കൂടെ എഴുതിയിട്ട് ഇടണം. ഉസ്താദ് ഇന്നലെ എന്നുള്ളത് അംസ് എന്ന് പറഞ്ഞ ഫത്തഹാണോ കസറാണോ? അംസി. അംസയല്ല, അംസി. ഓക്കെ. നാളെ നാളെ ബുക്കറ ബുഖ്റ. അല്ലെങ്കിൽ ഗദൻ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഗദന. സയലമുന ഗദൻ മനിൽ കദ്ദാബുൽ അശർ. കള്ളം പറഞ്ഞ ആരാണെന്ന് നാളെ അറിയാമോ? യുഹ്റന്നായിരിക്കും ആഖിർ ഉണ്ടായത് അല്ലേ? ആഖർ. അതെ. വേറെ നിസ്ഫി സാഹത്തിന് പറഞ്ഞാല് അത് അവിടെ നെറ്റ് കട്ടായപ്പോ ആ രണ്ടാമത്തെ ഇതില് റജഅത്തു നെറ്റ് ഖബല കട്ടായപ്പോ നിസ്ഫി സാഹത്തിന് അത് നെറ്റ് കട്ടായപ്പോ കേട്ടില്ല. അതാണ് നെറ്റ് കട്ടായപ്പോ പകുതിയും പോയി. നിസ്ഫി സാഹത്തിന് പറഞ്ഞത് അതാണ് പകുതിയും പോയെന്ന്. ആ സ്ഥലം കേട്ടില്ല. പകുതി നിസ്ബത്ത് പകുതി. നിസ്ബ് പകുതി. ഖബല നിസ്ബി സാഅത്തിൻ. അപ്പൊ ഞാൻ ഖബല നിസ്ബി സാഅത്ത് ഇടയ്ക്ക് കണക്ഷൻ മാറ്റിയിട്ട് ബാറ്ററി കണക്ഷനിൽ കൊടുക്കുന്നത്. അതേപോലെ നിങ്ങൾ എന്താ അതേപോലെ പിന്നെന്താ പറയാ, നിങ്ങൾക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, 2-3 വീട്ടുകാർക്കൊക്കെ ഒരുമിച്ച് ഒരു വൈഫൈ എടുക്കാം. തൊട്ടടുത്ത വീട്ടുകാർക്ക് ഷെയർ ചെയ്യാം. അടുത്ത സമീപപ്രദേശമാണെങ്കിൽ. അപ്പോ പിന്നെ എന്താ പറയാ, ഒപ്റ്റിക്കൽ ഫൈബർ കിട്ടും. അപ്പൊ അത് കട്ടാവാത്ത സംഭവം. അതാ കട്ടാകുന്ന അവരോട് റിപ്പോർട്ട് ചെയ്താൽ കണക്ട് ചെയ്ത് തരും. മറ്റേ പെട്ടെന്ന് എന്താ പറയാ, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ല. നമുക്ക് എന്താ പറയാ, മൊബൈലുള്ളതാണ്. മൊബൈലുള്ള നെറ്റ് ആണെങ്കിൽ അവർ വിളിച്ചു തരാനുള്ള സംവിധാനം ഉണ്ടാവില്ല. ഇത് അവരെടുത്ത് കട്ടാകുന്നതിന് അവർ വിളിച്ചു പറഞ്ഞാൽ അപ്പം വിളിക്കണമെന്നല്ല പറഞ്ഞത്. ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ കറക്റ്റ് ചെയ്ത് തരും. ഇടയ്ക്ക് കട്ടാവും. അല്ല, ഇന്ന് ഫുൾ ഡേ കട്ടാണ് കോഴിക്കോട് ഭാഗത്ത്. രാവിലെ മുതൽ നെറ്റ് കട്ട് ചെയ്തിരിക്കുകയാണോ? നെറ്റില്ല. എയർടെൽ കംപ്ലൈന്റ്. എയർടെലിന് കംപ്ലൈന്റ് ഇല്ല ഞാൻ പറഞ്ഞു ഒപ്റ്റിക്കൽ ഫൈബർ നോക്കണം. അത് ശരി. എയർടെലിന് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് വരുന്നുണ്ട് സ്ഥിരമായി. ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ നിങ്ങൾ അടുത്തടുത്തുള്ള വീടുകൾ, സമീപത്തെ വീട്, ബിൽഡിങ്ങിലാണെങ്കിൽ അപ്പാർട്ട്മെന്റിലെ മുകളിൽ താഴേക്കുള്ളവർക്ക് എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത് സർ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നെറ്റ് ആണോ കണക്ട് ചെയ്തിരിക്കുന്നത്? അതാണ് ഉദ്ദേശിച്ചത്. അതൊന്നും മുഴുവൻ കോഴിക്കോട് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കബലാന്ന് തന്നെയാണോ വരുള്ളൂ? റജഅത്തു വരുമ്പോഴത്തേക്ക് കബലു എന്ന് വരില്ല. മടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ഥലകാല സംബന്ധിയായ സംഭവമാണെങ്കിൽ അത്ര കൊടുക്കണം. എപ്പോൾ മടങ്ങി? കബില. മനസ്സിലായില്ലേ? അപ്പൊ കബുല എന്ന് പറയാൻ പറ്റില്ല, കബില. ആ സമയമാണല്ലോ സൂചിപ്പിക്കുന്നത്. റജഅത്ത് കഴിഞ്ഞിട്ട് സമയ സന്ദർഭം അതിനെ സൂചിപ്പിക്കുന്ന പദമാണെങ്കിൽ റഫ ചെയ്യപ്പെട്ടാണ് വരിക. വേറെ
അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നന്നായിട്ട് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ പഠിക്കാനും ഗ്രഹിക്കാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചെടുക്കാനും. അപ്പൊ നിങ്ങൾ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യണം? ഒരു അറബി ക്ലാസ് തുടങ്ങണം. അവിടെ അറബി ക്ലാസ് തുടങ്ങാം, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാം, നമ്മൾ പഠിച്ച രീതിയിലുള്ള പഠിപ്പിച്ചു കൊടുക്കാം. അണ്ടർസ്റ്റാൻഡ് ഖുർആനിലെ കൊച്ചു കൊച്ചു ക്ലാസ്സുകളൊക്കെ തുടങ്ങാം. 2 പേരെ 3 പേരെ കൊച്ചൊക്കെ പഠിപ്പിക്കാം. എന്തായി നമ്മൾ പഠിച്ച കാര്യം ഉറപ്പിക്കാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാനും അത് കാരണഭൂതമായി തീരും. നമുക്ക് പ്രതിഫലം കിട്ടും. ഒരാളെ പഠിപ്പിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോരുത്തരും ഒരാളെ പഠിപ്പിച്ചാൽ 2 വർഷം കൊണ്ട് ഒരാളെ അറിവ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ഖുർആൻ മനസ്സിലാക്കി വായിക്കാൻ പഠിപ്പിച്ചു 10 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് 5 ആളെ പഠിപ്പിക്കില്ലേ? ഒരാളെ ഒരു വർഷം 2 3 പേരെ നമുക്ക് സുഖമായിട്ട് പഠിപ്പിക്കാൻ പറ്റും. ഒരു 10 ആളെ വിളിച്ചു കൂട്ടിയാൽ അത് 2 ആളതിൽ തീർച്ചയായിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും സലാം.